ഹായ് ഓൾ, വെൽക്കം ടു IAS ഫാക്ടർ. അപ്പോൾ നമ്മളിപ്പോൾ സീസായിട്ടുള്ള ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെയിനായിട്ടുള്ള പാർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ടേംസ്. എന്താ? കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, മാർക്കറ്റ് പ്രൈസ്, ഡിസ്കൗണ്ട്. ഇതാണ് നമ്മളിതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ടേംസ്. അപ്പോൾ എന്താണ് ഈ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ പ്രൈസ്, ആക്ച്വൽ അതിനുണ്ടാവുന്ന എമൗണ്ട് ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. അതായത് ആക്ച്വൽ പ്രൈസ്, നിങ്ങളൊരു സാധനം വാങ്ങി അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു സാധനം ഒരു 10 റുപ്പീസിന് വാങ്ങി. ക്ലിയർ? നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് 10 റുപ്പീസിന് നമ്മൾ വാങ്ങി. ക്ലിയർ? അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് നമ്മളെ കയ്യിലുള്ള വസ്തുവിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. സോ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ഇനി നമ്മൾ ഈ 10 റുപ്പീസിന് വാങ്ങിയ സാധനം 12 റുപ്പീസിന് സെല്ല് ചെയ്തു. 12 റുപ്പീസിന് സെല്ല് ചെയ്തു. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്ന എമൗണ്ട് ആണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? സെല്ല് ചെയ്യുന്ന എമൗണ്ട് സെല്ലിംഗ് പ്രൈസ്, നമ്മൾ വാങ്ങുന്ന, അതായത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ്. ക്ലിയർ? ഇനി പ്രോഫിറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലായാൽ അത് പ്രോഫിറ്റ് ആണ്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് 12 ആണ്, കോസ്റ്റ് പ്രൈസ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 10 ആണ്. സോ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ എപ്പോഴായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക? സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് ആകുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. ക്ലിയർ? അങ്ങനെ ആകുമ്പോൾ ലോസ് എങ്ങനെയാണ് ഉണ്ടാവുക? ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇവിടെ 10 റുപ്പീസിനാണ് നമ്മളെ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഉള്ളത്. സോ നമ്മൾ ഒരു 8 റുപ്പീസിന് സെല്ല് ചെയ്തു. സോ അങ്ങനെ വരുമ്പോൾ അത് ലോസ് ആണ്. സോ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? അവിടെ അതിൻ്റെ ആക്ച്വൽ എമൗണ്ട് ആണ് സെല്ലിംഗ് പ്രൈസിനേക്കാളും കൂടുതൽ. ക്ലിയർ? അടുത്ത എന്താണ്? മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് ഒരു സാധനം വാങ്ങി. അപ്പോൾ അതിൻ്റെ നമ്മുടെ കവറിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവില്ലേ? MRP, അതാണ് മാർക്കറ്റ് പ്രൈസ്. ക്ലിയർ? അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസിന്, അതായത് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസാണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് തരാം. ആക്ച്വലി ഇപ്പോൾ 110 ആണ് ഒരു സാധനത്തിൻ്റെ റേറ്റ് എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് തരുന്നു. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുന്നു. ആ ഡിസ്കൗണ്ടിന്, അതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്കൗണ്ട് എന്ന് പറയും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെർമിനോളജിയാണ് ഇതൊക്കെ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ടേംസ്. ക്ലിയർ? ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ക്ലിയർ? ലോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ് ആണ്. സോ നമ്മൾ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. സോ ലോസ് എന്താണ്? ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ഗ്രേറ്റർ ദാൻ സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. ഇനി പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനത്തിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ്. അതെന്ന് പറയുന്നത് 10 റുപ്പീസ്, അല്ലെങ്കിൽ 10 റുപ്പീസ് എന്ന് എടുക്കാം. ക്ലിയർ? 10 റുപ്പീസാണ്. അത് നമ്മൾ സെല്ല് ചെയ്യുന്ന എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12 റുപ്പീസാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 12 - 10 2 റുപ്പീസാണ്. പക്ഷേ ഇത് നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ ടേമിൽ പറയണം. നമ്മൾ ഓൾറെഡി പേഴ്സൻറ്റേജ് ഒക്കെ പഠിച്ചു. അപ്പോൾ നമ്മളിത് പേഴ്സൻറ്റേജിലെ ടേമിൽ പറയണം. അപ്പോൾ എങ്ങനെയാണ് പേഴ്സൻറ്റേജ് ടേം പറയും? അപ്പോൾ പേഴ്സൻറ്റേജ് ടേം പറയുന്ന ഫോമുലയാണ് ഇത്. എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 റുപ്പീസാണ്. ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 10 റുപ്പീസാണ്. ഇൻറ്റു 100. ക്ലിയർ? സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 ആണെന്ന് കിട്ടും. 20% പ്രോഫിറ്റ് ആണ് കിട്ടുക. 10 റുപ്പീസിനുള്ള സാധനം നമ്മൾ 12 റുപ്പീസിന് സെല്ല് ചെയ്താൽ അത് 20% പ്രോഫിറ്റ് ആണ്. ക്ലിയർ? എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ ലോസ് പെർസെൻറ്റേജ് എന്താണ്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 റുപ്പീസാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസ്. സോ 8 റുപ്പീസിന് സെല്ല് ചെയ്തു, സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലോസ് ആണ് ഉണ്ടാകുന്നത്. ലോസ് എമൗണ്ട് എത്രയാണ്? 2 റുപ്പീസാണ് ലോസ് എമൗണ്ട്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ലോസ് പെർസെൻറ്റേജ് എങ്ങനെ ഫൈൻഡ് ചെയ്യും? ലോസ് പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് എത്രയാണ്? ലോസ്
എമൗണ്ട് 2 റുപ്പീസാണ് ഡിവൈഡ് ബൈ അതിൻ്റെ ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തേ? അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്നാണ് നമുക്ക് എന്താ ലോസ് ആയോ എന്താ പ്രോഫിറ്റ് ആയോ എന്ന് അറിയുന്നത്. അപ്പോൾ ആക്ച്വൽ പ്രൈസ് എന്താ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡിനോമിനേറ്ററിൽ കോസ്റ്റ് പ്രൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയാം സെല്ലിംഗ് പ്രൈസിൻ്റെ ടേമിൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാവുന്നു അത് ചോദിച്ചാൽ മാത്രം സെല്ലിംഗ് പ്രൈസ് എഴുതാം. പൊതുവേ നമ്മൾ എങ്ങനെ കോസ്റ്റ് പ്രൈസ് കാൽക്കുലേറ്റ് പ്രോഫിറ്റും ലോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിൻ്റെ ബേസിക് പ്രൈസ് കൊണ്ട്, അതായത് നമ്മൾ എത്ര രൂപ ചിലവാക്കിയിട്ടാണ് ആ സാധനം വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് ആണ് നമ്മൾ എന്ത് പറയുക അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ എപ്പോഴും പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ കോസ്റ്റ് പ്രൈസ് ഇവിടെ എന്താ 10 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20% ലോസ് ആണെന്ന് കിട്ടും. 10 റുപ്പീസ് ഉള്ളത് 8 റുപ്പീസിന് സെല്ല് ചെയ്താൽ 20% ലോസ് ആണ്. ക്ലിയർ? ഇനി എന്താ, ഇനി ഈ ഫോർമുലാസ് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചോ, പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ. എന്താ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് ഓർ ലോസ് ഡിവൈഡ് ബൈ 100. ക്ലിയർ? അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാം. അതായത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 10 റുപ്പീസാണ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 10 റുപ്പീസാണ്. നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20 ആണ്, 20% ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. സോ സിമ്പിളാണ്. നമുക്ക് എന്താ ഈ 10 റുപ്പീസിൻ്റെ 20% കണ്ടുപിടിച്ചാൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർമുല യൂസ് ചെയ്താൽ എങ്ങനെ കിട്ടും? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്താ കോസ്റ്റ് പ്രൈസ് 10 ആണ് ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോ എന്താ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, സോ 120 എന്ന് കിട്ടും. ഇവിടെ 20% ആണ് പ്രോഫിറ്റ്, സോ 120 ആണെന്ന് കിട്ടും. ഡിവൈഡ് ബൈ എന്താ 100. ഇതാണ് നമ്മൾ ഇക്വേഷൻ. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 12. നമ്മൾ നേരത്തെ എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 12. അപ്പോൾ ഇവിടെ നമ്മളെന്താ ഈ രണ്ട് ഫോർമുലാസിൻ്റെ ആവശ്യമില്ല നമ്മൾ, കാരണം നമ്മളോട് ഇത്ര മാത്രം തന്നു. അതായത് എന്താ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നാൽ നമുക്കറിയാമല്ലോ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂട്ടിയാൽ, ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്താ 10 തന്നു, പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20 ആണ്. സോ 10ൻ്റെ 20% എത്രയാണ്? 10ൻ്റെ 22 ആണ്. സോ അത് ആഡ് ചെയ്താൽ മതി, 10 പ്ലസ് അതിൻ്റെ 20%. സോ ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? ഇത് നമ്മുടെ എന്താ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്ലിയർ? നമുക്ക് അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ക്ലിയർ? ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഈസ് എത്രയാ 4500 ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഈസ് 3500, ദെൻ ലോസ് പെർസെൻറ്റേജ്. സോ സിമ്പിൾ അല്ലേ? എന്താണ് ഇവിടെ നമുക്ക് പറഞ്ഞു, എന്താണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4500 ആണ്. പിന്നെന്താ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3500 ആണ്. സോ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇത് ലോസ് ആണ്. സോ ക്വസ്റ്റ്യനിൽ ലോസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് എമൗണ്ട് എന്താ ലോസ് ആയത് എത്രയാണ്. സോ ലോസ് ആയത് എത്രയാണ്? ഇവിടെ എത്രയാ 4500 നിന്ന് 3500 മൈനസ് ചെയ്യുക. സോ 1000 ആണ് ഇവിടെ ലോസ് ആയത്. ക്ലിയർ? 1000 ഡിവൈഡ് ബൈ എത്രയാണ്? ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണ്? അത് കോസ്റ്റ് പ്രൈസ് ആണ്. സോ എന്താ 4500. ക്ലിയർ? അപ്പോൾ ഇത് കൺഫ്യൂഷൻ വേണ്ട. ആക്ച്വൽ പ്രൈസ് ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എപ്പോഴും ഇടേണ്ടത്, കോസ്റ്റ് പ്രൈസ് ആണ് ഇടേണ്ടത്. ഇൻറ്റു 100 ചെയ്യണം, കാരണം ഇൻറ്റു 100 ചെയ്താലേ മാത്രമേ നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ആവും. ക്ലിയർ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതും ക്യാൻസലായി. പിന്നെന്താ ഇത് നമുക്ക് ഏത് കൊണ്ട് കട്ട് ചെയ്യാം? നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്താൽ 9 കിട്ടും, ഇത് 200 കിട്ടും. സോ 200 ഡിവൈഡ് ബൈ 9. ക്ലിയർ? സോ നമുക്ക് എങ്ങനെ കിട്ടാം? 2 times 18, പിന്നെ വീണ്ടും 2 times റിമൈൻഡർ 2/9. ക്ലിയർ? അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിൽ നമുക്ക് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതിന് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഓപ്ഷൻ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ 200/9 ഒക്കെ ചെയ്താൽ അറിയാമല്ലോ, അത് റിമൈൻഡർ 2 വന്നതുകൊണ്ടാണ് ഇവിടെ 2/9 എന്ന് ഇട്ടത്. ക്ലിയർ? അത് ബേസിക് കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി 22 2/9 ആണ്, പെർസെൻറ്റേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ബൈ സെല്ലിങ് ആൻ ഐറ്റം ഫോർ എത്രയാണ് 222 എ പേഴ്സൺ ഇൻകർ എ ലോസ് ഓഫ് 48. സോ എന്താ സെല്ല് എത്രയാണ്? 222 സെല്ല് ചെയ്താൽ 48 ലോസ് ആണ്. സോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ലോസ് ഇൻകേർഡ് ഇൻ ദ ട്രാൻസാക്ഷൻ? അപ്പോൾ ഇവിടെ ലോസ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് ലോസ് ഉണ്ടായത്? സോ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല, പക്ഷേ നമ്മളോട് പറഞ്ഞു എന്താണ്
222 സെല്ല് ചെയ്താൽ എന്താ 48 ലോസ് ആണ്. നമുക്കറിയാം എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അതായത് സെല്ലിംഗ് പ്രൈസ് പ്ലസ് ലോസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, കോസ്റ്റ് പ്രൈസ് കിട്ടുക അല്ലേ. സെല്ലിംഗ് പ്രൈസ് ഇവിടെ കുറവാണ്, സെല്ലിംഗ് പ്രൈസിൻ്റെ കൂടെ കോസ്റ്റ് പ്രൈസ് ആഡ് ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസിൻ്റെ കൂടെ ലോസ് ആഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. സോ ഇത് നമുക്കറിയുന്ന ബേസിക് കാര്യമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടില്ല എന്താണ്, ഇവിടെ കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല. സോ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് 222 പ്ലസ് ലോസ് എത്രയാണ് 48. ക്ലിയർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി 270 ആണെന്ന് കിട്ടും. ക്ലിയർ. 270 ആണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് ആയി കിട്ടുക. ഇനി ഇവിടെ ചോദിച്ചാൽ എന്താ ലോസ് പെർസെൻറ്റേജ് ആണ്. സോ ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം, ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു എന്താ ലോസ് ഡിവൈഡ് ബൈ ലോസ് എത്രയാണ് 48 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് 270 ഇൻറ്റു 100. ക്ലിയർ. ഇങ്ങനെയാണ് കിട്ടുക. സോ 270 ഡിവൈഡ് ബൈ 100. സോ ഇതും ക്യാൻസലായി. നമുക്ക് ഏതുകൊണ്ട് കട്ട് ചെയ്യാം? അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് ഏതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ക്ലിയർ. ഇവിടെ നമുക്ക് എന്താ 3 വെച്ച് കട്ട് ചെയ്തുകൂടെ, അപ്പോൾ 9 കിട്ടും. ഇവിടെ 3 വെച്ച് 1 6. ക്ലിയർ. അപ്പോൾ 160 ഡിവൈഡ് ബൈ 9 കിട്ടും. സോ ഇത് വീണ്ടും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 16ൽ 9 1 ടൈം, പിന്നെന്താ റിമൈൻഡർ എത്ര കിട്ടും 770. സോ 7 കിട്ടും. ക്ലിയർ. റിമൈൻഡർ വീണ്ടും 7 ഡിവൈഡ് ബൈ 9. ക്ലിയർ. 7 ഡിവൈഡ് ബൈ 9 ആണ് കിട്ടുക. ക്ലിയർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ. അടുത്തത് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 32 ഐറ്റം ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 38 ഐറ്റം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്താണ് സെല്ലിംഗ് പ്രൈസ് ഓഫ്, അതായത് 32 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, കോസ്റ്റ് പ്രൈസ് ഓഫ് 38 ഐറ്റം ഈക്വൽ ആണ്. ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ 32 ഐറ്റത്തിൻ്റെ പ്രൈസ് എന്തായിരിക്കും, സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, 32 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 38 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട്, അതായത് 32 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 32 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 38 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആണ്. അപ്പോൾ 38 ഐറ്റം ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കിട്ടില്ലേ. സോ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. എന്താ സെല്ലിംഗ് പ്രൈസിൻ്റെ കോസ്റ്റ് പ്രൈസ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. ഈ കോസ്റ്റ് പ്രൈസ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ എന്താ 38 ഡിവൈഡ് ബൈ 32 ആണ് കിട്ടുക. ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടി. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സെല്ലിംഗ് പ്രൈസ് ആയി എടുക്കുക, ഇത് കോസ്റ്റ് പ്രൈസ് ആയി എടുക്കുക. ക്ലിയർ. അപ്പോൾ 38 എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, 32 ആണ് ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ്. സോ ഇവിടെ പ്രോഫിറ്റ് എന്ത് കിട്ടും, അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു 38 ആണ് സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് 32 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് എന്താ 6 ആണ്. ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ പ്രോഫിറ്റ് നമുക്കിവിടെ 6 കിട്ടി. അങ്ങനെ ആണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്, പ്രോഫിറ്റ് 6 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്താ 32 ഇൻറ്റു 100. ക്ലിയർ. ഇനിയോ ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ 25 32 എന്താ 8 കിട്ടും. സോ എഗെയിൻ നമുക്ക് എന്ത് കിട്ടാം, 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3/4 ഈക്വൽ ടു എന്താ 75/4 ആണ് കിട്ടുക. ക്ലിയർ. അപ്പോൾ 75/4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് നമ്മൾ കട്ട് ചെയ്ത് നോക്കാം. 1 ബാക്കി എത്ര കിട്ടാം 35. സോ 8 റിമൈൻഡർ 3/4. ക്ലിയർ. പക്ഷേ ഇവിടെ മിക്സഡ് ഫ്രാക്ഷനിലല്ല ഉള്ളത്, ഡെസിമൽ ആയിട്ടാണ് ഉള്ളത്, മിക്സഡ് ഫ്രാക്ഷനിലല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് എന്താ 3/4 എന്ന് പറഞ്ഞാൽ എന്താ 0.75 ആണ്, 75 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താ 18.75 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ. അതറിയില്ലേ 1/4 എന്താ, അതായത് 3/4ഉം നമുക്ക് 75 അറിയാം, 1/4 25 ആണെന്നറിയാം. ക്ലിയർ. 0.25 ആണെന്നറിയാം. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണെന്നറിയാം. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് 18.75%. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇനിഷ്യൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ദ സെയിൽ ഓഫ് an item was 74%. If the cost price of the item went up by 50%, but the selling price remains same, what would be the new profit percentage? So ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്,
നമുക്ക് ആദ്യം കോസ്റ്റ് പ്രൈസ് ഇനിഷ്യൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതായത് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 100 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മൾ സാധാരണ നമ്മുടെ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ പഠിച്ചില്ലേ, നമ്മൾ ഒരു ഫുൾ എമൗണ്ടിനെ നമ്മൾ 100 ആയിട്ട് എടുക്കുന്നു. അതുപോലെ നമ്മൾ അപ്പോൾ നമുക്ക് എന്താ പെർസെൻറ്റേജ് കാണാൻ എളുപ്പമാണ്. ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ 100 ആണെങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ 10%, 2%, 1% സിമ്പിളായി കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 100 ആയിട്ട് എടുത്തു കോസ്റ്റ് പ്രൈസ്. അവിടുന്ന് എന്ത് പറയുന്നു, സെയിൽ ഓഫ് ആൻ ഐറ്റം വാസ് എത്രയാ, പ്രോഫിറ്റ് 74% ആണ്. സോ ഇത് കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ 74% പ്രോഫിറ്റ് കിട്ടിയാൽ അതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ 74% ആഡ് ചെയ്യണം. 100ൻ്റെ 74% എത്രയാണ്, 74 തന്നെയാണ്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 174 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ഇനി പറയുന്നു എന്താ, കോസ്റ്റ് പ്രൈസ് ഓഫ് ഐറ്റം വെൻറ്റ് അപ്പ് ബൈ എത്രയാണ്, 50%. അതായത് കോസ്റ്റ് പ്രൈസ് 50% കൂടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്, 100 ആണ്. അപ്പോൾ ഇതിൻ്റെ 50% ഇൻക്രീസ് ചെയ്യുന്നു. സോ പ്ലസ് എത്രയാ, 50%. സോ പ്ലസ് 50% വന്നാൽ എത്ര കിട്ടും, നമുക്ക് എന്ത് കിട്ടും, 150 ആണ് ന്യൂ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ക്ലിയർ? 150 ആണ് ന്യൂ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ പക്ഷേ എന്താ ഇവിടെ, ബട്ട് ദ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് സെയിം. സോ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് സെയിം, 174 തന്നെയാണ്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നമ്മൾ 100 എന്താ അസ്യൂം ചെയ്തു. അപ്പോൾ ബാക്കിയെല്ലാ വാല്യൂസും നമുക്ക് ആ ഫസ്റ്റത്തെ അസംഷന് അതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ എന്താ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 150 ആണ്, സെല്ലിംഗ് പ്രൈസ് 174 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താ, വാട്ട് വുഡ് ബി ന്യൂ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ പുതിയ പ്രോഫിറ്റ് എന്തായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ ആണ്. എന്തായാലും നമുക്ക് എന്താ, ഈ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. സോ 150 ആണ് ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 174 ആണ്, 150 യൂണിറ്റ് ആണ് ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 174 യൂണിറ്റ് ആണ് ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ, പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇതിൻ്റെ ഡിഫറൻസ് 24. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചാൽ എന്താ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 24 പ്രോഫിറ്റ് ആണ്, ഡിവൈഡ് ബൈ എന്ത് കിട്ടും, കോസ്റ്റ് പ്രൈസ്. അതായത് ന്യൂ കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ന്യൂ കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 150 ആണ് ന്യൂ പ്രോഫിറ്റ് ഇൻറ്റു 100. ക്ലിയർ? സോ ഇത് നമ്മൾ 50 കൊണ്ട് കട്ട് ചെയ്താൽ 2 കിട്ടും, 3 കിട്ടും. സോ ഇതും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 8 കിട്ടും. സോ 8 × 2 16% ആണ് കറക്റ്റ് ആൻസർ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16% ആണ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കിയാൽ, ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ എത്രയാ, 211.20, എ ട്രേഡർ ലോസ് 12%. ഇഫ് ഹി സെൽസ് ഇറ്റ് ഫോർ എത്രയാ, 248.40, ദെൻ ഹിസ് ലോസ് ഓർ ഗെയിൻ പെർസെൻറ്റേജ്. സോ ഇവിടെ എന്ത് പറയുന്നു, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ എത്രയാ, 211.20, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. സോ എന്താ, ട്രേഡർ ലോസസ് എത്രയാണ്, 12%. അപ്പോൾ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ ചെയ്യാം, 100 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ എത്രയാ, 12% ലോസ് ആണ് ഉണ്ടാവുന്നത്. സോ ഇതിൻ്റെ 12% ലോസ് ആയാൽ എത്രയാ, 12 മൈനസ് ചെയ്യുക, ബാക്കി റിമൈനിങ് എത്രയാ, 88% ആണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. കോസ്റ്റ് പ്രൈസ് 100 നമ്മളെടുത്തു, അവിടെ നിന്ന് ലോസ് 12% ആണ്. അങ്ങനെ ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 88% ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്, എന്താണ് സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് തന്നു. സോ ഈ 88% ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്, 211.20 എന്ന് പറയുന്നത് ഈ 18% ആണ്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ, 18% 211.20, നമുക്കെന്താ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചിട്ട്, അതായത് ഇവിടെ നമുക്കെന്താ സെല്ലിംഗ് പ്രൈസ് തന്നു, ന്യൂ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിട്ടില്ലേ. അപ്പോൾ ആക്ച്വൽ പ്രൈസ് കിട്ടിയാൽ അതിൻ്റെ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. സോ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് 88% ആണ് എന്താ, 211.20. അതായത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കിട്ടി. അപ്പോൾ അതത്രയും 88% എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്താണ്. അപ്പോൾ ആക്ച്വൽ വാല്യൂ നമുക്ക് കിട്ടിയ എത്ര, 211.20. സോ ഇവിടെ നമുക്ക് 100% കണ്ടുപിടിക്കാം. 100ൻ്റെ 88ൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. 100 യൂണിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, നമ്മൾ സാധാരണ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്. എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം 1 കണ്ടുപിടിക്കുന്നു. 1 കണ്ടുപിടിക്കാൻ എന്താ, ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 211.20 ഡിവൈഡ് ബൈ 88. അപ്പോൾ ഇത് നമ്മളെന്താ 100 ആണ് നമുക്ക് ആക്ച്വലായിട്ട് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ കൂടെ 100 ചെയ്യുന്നു, ഇൻറ്റു 100 ചെയ്താൽ ഇവിടെ ഒരു ഇൻറ്റു 100. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് എന്താ ആക്ച്വൽ വാല്യൂ കിട്ടുക, എന്താ 211.20
ടു 11.20 ഡിവൈഡ് ബൈ 88 ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്താ നമ്മുടെ കോസ്റ്റ് പ്രൈസ് കിട്ടും. സോ നമ്മളിത് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്താൽ എന്ത് കിട്ടും? ആദ്യം 11 വെച്ച് കട്ട് ചെയ്യാം. 11 വെച്ച് കട്ട് ചെയ്താൽ 8 വെച്ച് കട്ട് ചെയ്താൽ ഇത് 11 കിട്ടും. സോ ഇവിടെ 8 21 എത്രയാണ്? 2 ടൈംസ്. ബാക്കി 5 51 6 ടൈംസ്, പിന്നെ 4 ടൈംസ്. അതായത് നമ്മളിവിടെ ഒരു 0 ഇങ്ങോട്ട് മാറ്റി. സോ ഇവിടെ എന്താ 2112 ആണ് വരിക. സോ 264 ആണ് നമ്മളിത് 8 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുക. നമുക്കിനി വീണ്ടും എന്താ 11 വെച്ച് കട്ട് ചെയ്യാം. 11 വെച്ച് കട്ട് ചെയ്താൽ എന്താ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ആവും. ബാക്കി 24 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട്, കാരണം ഈ 0 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്താ 240 ആണ് നമുക്ക് ഇപ്പോഴത്തെ എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് കിട്ടുക. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 240 ആണ്. അപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്താ? ന്യൂ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 248.4 ആണ്. ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റ് എന്തായിരിക്കും? പ്രോഫിറ്റ്, അതായത് സെല്ലിംഗ് പ്രൈസ് കൂടുതലാണല്ലോ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8.40 ആണ് പ്രോഫിറ്റ്. അങ്ങനെ ആകുമ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് എത്രയാണ്? 8.40 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തു 240 ആണ് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ? സോ ഇത് സിമ്പിളായി കട്ട് ചെയ്യല്ലോ. എന്താണ്? അതായത് ഒരു 0 കട്ട് ചെയ്തു, ബാക്കി ഒരു 0 ഇവിടെ പോയി. 84 ഡിവൈഡ് ബൈ 24 ദാറ്റ്സ് ഈക്വൽ എന്താ? 3 ടൈംസ് 5.5 ടൈംസ്. സോ 3.5% ആണ് കിട്ടുക ഗെയിൻ. അതായത് പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് കൂടുതലായതുകൊണ്ട് ഗെയിൻ ആണ്. സോ 3.5 ആണ് കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റീറ്റെയിലർ വുഡ് ഹാവ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 18% ഇഫ് ഹി സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. സോ മാർക്കറ്റ് പ്രൈസിൽ സെല് ചെയ്താൽ 18% പ്രോഫിറ്റ് ഉണ്ട്. സോ നമുക്കെന്താ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ 100 ആയിട്ട് എടുക്കാം. എ റീറ്റെയിലർ വുഡ് ഹാവ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 18% ഇഫ് ഹി സോൾഡ് ആൻ ആർട്ടിക്കിൾ ഇറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിന് സെല് ചെയ്യുമ്പോൾ നമുക്കെന്താ 18% പ്രോഫിറ്റ് ആണ്. സോ കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമ്മൾ നോക്കിയാൽ എന്താ പ്രോഫിറ്റ് കിട്ടണം. അതായത് സെല്ലിംഗ് പ്രൈസ് നമുക്കെന്താ കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ കോസ്റ്റ് പ്രൈസ് 100 ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 18% പ്രോഫിറ്റ് വേണം. അപ്പോൾ ഇതിൻ്റെ 18% കൂടുതലാണ്, 118 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസിന് ഈക്വൽ ആണ്. അതായത് സെല്ല് ചെയ്തത് മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് സെല്ല് ചെയ്തത്. സോ എന്താ ഇതെന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. ക്ലിയർ? ഇഫ് ഹി അലൗഡ് എ ഡിസ്കൗണ്ട്, അപ്പോൾ ആദ്യം ഡിസ്കൗണ്ട് കൊടുത്തില്ല, മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൊടുക്കുമ്പോൾ 18% ആണ്. സോ നമുക്കിതാ ഇങ്ങനെ കിട്ടി. ഇത് പ്ലസ് 18% ആണ്. ക്ലിയർ? ഇനി ഇഫ് ഹീൽസ് അലൗഡ് എ ഡിസ്കൗണ്ട് ഓഫ് 10%, അപ്പോൾ ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്താൽ, മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഈ 118ൻ്റെ 10% എന്താ? 118ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 11.8 ആണ്. സോ ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2601 106.2 ആണെന്ന് കിട്ടും. 106.2 ആണ്. അങ്ങനെ വരുമ്പോഴുള്ള സെല്ലിംഗ് പ്രൈസ്, ന്യൂ സെല്ലിംഗ് പ്രൈസ് ഇതാണ് കിട്ടുക. ക്ലിയർ? വാട്ട് വുഡ് ഹിസ് ആക്ച്വൽ പ്രോഫിറ്റ് ഓൺ ദാറ്റ് ആർട്ടിക്കിൾ ഹാവ് ബീൻ. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. സോ സെല്ലിംഗ് പ്രൈസ് നമ്മൾ എന്താ 100 ആണ്. ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ത് കിട്ടി? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് 100 ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഈക്വൽ ടു 6.2. പിന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്യാൻ പ്രോഫിറ്റ് 6.2 ഡിവൈഡ് ബൈ എന്താണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് 100 ആണ് ഇൻറ്റു 100. സോ ഇതും ക്യാൻസൽ ചെയ്ത് ബാക്കി 6.2%. ക്ലിയർ? 6.2% പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6.2 ആണ്. ഓപ്ഷൻ ഏതാ? എ ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ, എ ഡീലർ ക്ലെയിംസ് ടു സെൽ ഹിസ് ഗുഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിനാണ് സെല് ചെയ്യുന്നത്. ബട്ട് യൂസ് എ വെയിറ്റ് ദാറ്റ് ആക്ച്വലി വെയ്റ്റ്സ് 80 gram. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഏത് പ്രോബ്ലം ആണ്? ഫോൾസ് വെയ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. എന്താണ്? ഫോൾസ് വെയ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരാം. ഫോൾസ് വെയിറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ ഷോപ്പ് കീപ്പർ നമ്മുടെ ഫോൾസ് വെയിറ്റ് തന്നെ നമുക്ക് പറ്റിക്കാൻ നോക്കി. സോ എ ഡീലർ ക്ലൈംസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ്
എത്രയാണ് കോസ്റ്റ് പ്രൈസ്, ബട്ട് കോസ്റ്റ് പ്രൈസിന് സെല് ചെയ്യാൻ നോക്കി, ബട്ട് എന്താ കോസ്റ്റ് പ്രൈസിന്, അതായത് ആക്ച്വൽ അയാളെ കയ്യിൽ എത്ര എമൗണ്ടിനാണോ ആ വസ്തുവിൻ്റെ എന്താ പ്രൈസ് ഉള്ളത്, സോ സെയിം റേറ്റിന് തന്നെ ആ തിങ് നമുക്ക് എന്താ തന്നു. സോ പക്ഷേ എന്താ വെയിറ്റിൽ അയാൾ ഫോൾസ് കാണിച്ചു, വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നു. എന്ത് ചെയ്തു, വെയിറ്റ് ദാറ്റ് ആക്ച്വലി വെയിറ്റ് 80 grams ദോ എത്രയാണ് 1 kg. സോ 1 kgക്ക് പകരം 800 grams ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം കോസ്റ്റ് പ്രൈസ്, അതായത് നമുക്ക് ആക്ച്വലായി തന്നത് എത്രയാണ് 800 grams ആണ്. അപ്പോൾ ഇവിടെ നമ്മളെന്താ ഈ 800 grams നമ്മൾ എന്താ, അതായത് നമുക്ക് തന്നത് എത്രയാണ്, ആക്ച്വലായി നമ്മൾ കയ്യിൽ കിട്ടിയത് എത്രയാണ്, അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർ സെല്ല് ചെയ്തത് എത്രയാണ്, ഡീലർ സെല്ല് ചെയ്തത് അയാളുടെ കയ്യിലുള്ള ആക്ച്വൽ എത്രയാണ് 800 ആണ് സെല്ല് ചെയ്തത്. പക്ഷേ അയാൾ എത്ര എന്ന് പറഞ്ഞിട്ടാണ് സെല്ല് ചെയ്തത്, സോ അതിനെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 kg എന്ന് പറഞ്ഞാൽ 1000 ആണ്. ക്ലിയർ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് വരുന്നത് എത്രയാണ്, ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ് 200, എത്രയിലാണ് 800 ഇൻറ്റു 100. ക്ലിയർ. സോ ഇതും ക്യാൻസലായി, പിന്നെന്താ ഇതും ക്യാൻസലായി, 4 ഈക്വൽ ടു എന്ത് കിട്ടി 25% ആണ് പ്രോഫിറ്റ് വരിക. ക്ലിയർ. പ്രോഫിറ്റാണ് 25%. ക്ലിയർ. അപ്പോൾ ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലായിട്ട് 1 kg ആണ് ഷോപ്പ് കീപ്പർ അടുത്ത് നിന്ന് വാങ്ങിയത്, പക്ഷേ അയാൾ 800 grams മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഷോപ്പ് കീപ്പർക്ക് ശരിക്കും എത്രയാണ് ചിലവ്, ഈ ഷോപ്പ് കീപ്പറുടെ കയ്യിലുള്ള ചിലവാണ് അയാളെ കോസ്റ്റ് പ്രൈസ്. സോ ഷോപ്പ് കീപ്പർക്ക് ആക്ച്വലായിട്ട് എത്രയാണ് 800 ആണ് ചിലവായത്, കാരണം 800 മാത്രമാണ് അയാൾ ചിലവായത്. നമ്മൾ സാധാരണ എങ്ങനെയാണ്, ഇപ്പോൾ 10 rupees കോസ്റ്റ് പ്രൈസ്, അതായത് ഈ ഷോപ്പ് കീപ്പർ ആ സാധനത്തിന് വേണ്ടി കൊടുത്തത് ആക്ച്വൽ അതിൻ്റെ പ്രൈസാണ് 10 rupees, അതാണ് 12 rupeesന് സെല്ല് ചെയ്തത്. അപ്പോൾ ഇവിടെ 2 rupees പ്രോഫിറ്റാണ്. അപ്പോൾ ഇവിടെ റുപ്പീസ് അല്ല, നമ്മൾ എന്താ ഇവിടെ kg ആണ്, അതായത് നമ്മൾ എമൗണ്ട് ആണ്, എത്ര kg ആണ് നമ്മൾ സെല്ല് ചെയ്തത്, എത്ര grams ആണ് നമ്മൾ സെല്ല് ചെയ്തതെന്നാണ് നോക്കുന്നത്. സോ ആക്ച്വലായിട്ട് അയാൾ എന്താ ഇവിടെ 10 rupeesന് പകരം ഇവിടെ എന്താണ് 800 grams ആണ് അയാൾ ആക്ച്വലായിട്ട് സെല്ല് ചെയ്തത്. പക്ഷേ അയാൾ എത്രയെന്ന് പറഞ്ഞിട്ടാണ് സെല്ല് ചെയ്തത്, അതാണ് സെല്ലിംഗ് പ്രൈസ്. ആക്ച്വലി അയാൾ സെല്ല് ചെയ്തത് എത്രയാണ് 1 kg. ക്ലിയർ. 1000 grams ആണ് സെല്ല് ചെയ്തത്. അപ്പോൾ 800 grams എന്ന് പറഞ്ഞിട്ട് അയാൾ സെല്ല് ചെയ്തു, പക്ഷേ അത് 800 grams ആണ് സെല്ല് ചെയ്തത്, അത് 1000 gram എന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്തു. അപ്പോൾ ഇവിടെ അയാൾക്ക് പ്രോഫിറ്റ് വരുന്നത് 200 ആണ്. ഫോൾസ് വെയിറ്റ് കാണിച്ചുകൊണ്ട് അയാൾ പ്രോഫിറ്റ് 200 വന്നു. സോ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അപ്പോൾ 800 വന്നു ഇൻറ്റു 100. സോ ഇത് ചെയ്യുമ്പോൾ 25% എന്ന് വന്നു. ക്ലിയർ. ആ കോൺസെപ്റ്റ് കിട്ടിയോ? അപ്പോൾ ഇങ്ങനെ 25% ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ. അടുത്ത നോക്കിയാൽ എ ഷോപ്പ് കീപ്പർ സെൽസ് വീറ്റ് അറ്റ് എത്രയാണ് 20 rupees per kg ദാറ്റ് ഹി പർച്ചേസ് അറ്റ് എത്രയാണ് ₹18 per kg ആൻഡ് ഹി ഗീവ്സ് ഓൺലി 900 grams ഓഫ് വീറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 1 kg വൈൽ സെല്ലിങ് ദ ആക്ച്വൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓഫ് ദ ഷോപ്പ് കീപ്പർ. അപ്പോൾ ഇവിടെ ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എ ഷോപ്പ് കീപ്പർ സെൽസ് വീറ്റ് അറ്റ് എത്രയാണ് 200 ദാറ്റ് ഹി പർച്ചേസ്ഡ് അറ്റ്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പ്രോഫിറ്റ് കിട്ടി. അതായത് ആക്ച്വൽ വീട്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 18 rupees per kg ആണ്, പക്ഷേ അയാൾ എന്താ സെല്ല് ചെയ്ത് എത്രയാണ്, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 18 rupees ആണ്, പക്ഷേ അയാൾ സെല്ല് ചെയ്ത് എത്രയാണ്, സെല്ല് ചെയ്തത് 20 rupeesനാണ്. സോ അപ്പോൾ ഇവിടെ തന്നെ അയാൾക്ക് എന്താ പ്രോഫിറ്റ് വന്നു. പിന്നെ അയാൾ എന്ത് ചെയ്തു 900 grams ആണ് സെല്ല് ചെയ്തത്, പക്ഷേ ആക്ച്വലി എന്താ 1 kg ആണ് അയാൾ സെല്ല് ചെയ്തെന്ന് പറഞ്ഞത്. അവിടെ ഫോൾസ് വെയിറ്റും കാണിച്ചു. അപ്പോൾ 2 തരത്തിൽ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. ഫസ്റ്റത്തെ എന്താ ആക്ച്വലായിട്ട് പ്രോഫിറ്റ്, അതായത് എമൗണ്ട് ഇൻക്രീസ് ചെയ്തു, സെല്ലിംഗ് പ്രൈസ് കൂട്ടിയിട്ട് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഫോൾസ് വെയിറ്റിലും അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ ചോദിക്കുന്നത് എന്താ വാട്ട് ആക്ച്വൽ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഓഫ് ദ ഷോപ്പ് കീപ്പർ ആണ് ചോദിക്കുന്നത്. സോ നമുക്കിവിടെ നോക്കിയാൽ കോസ്റ്റ് പ്രൈസ് ഓഫ് 1 kg എന്താണ്, 1 kg എന്ന് പറയുന്നത് 18 rupees ആണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് 1 kg എന്ന് പറയുന്നത് 18 rupees ആണ്. പക്ഷേ ഇയാളെന്താ 1 kg അല്ല സെല്ല് ചെയ്ത്, എത്രയാണ് 900 grams ആണ് സെല്ല് ചെയ്തത്. സോ കോസ്റ്റ് പ്രൈസ് ഓഫ് 900 grams എന്തായിരിക്കും? ക്ലിയർ. 1 kg എന്ന് പറഞ്ഞാൽ 1000 grams ആണ്, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് 900 grams ആണ്. സോ എന്താ ഇത് നേരെ ഇങ്ങോട്ട് വന്നു. സോ 900 grams എന്ന് പറയുന്നത് 18 divided by 1000 ഇൻറ്റു 900. ക്ലിയർ. ഇതാണ് നമുക്കെന്താ 900 grams ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടുക. സോ ഇതും ക്യാൻസൽ ചെയ്യും, ബാക്കി എന്ത് കിട്ടും, ഇവിടെ ചെയ്യുമ്പോൾ 16.2
16.20 എന്ന് കിട്ടും. ക്ലിയർ? 16.2 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 16.2 ആണ് നമുക്കിതിൻ്റെ ആക്ച്വൽ പ്രൈസ്. അതായത് ഇപ്പോൾ കിട്ടിയത് നമുക്ക് എന്താ 900 ഗ്രാംസിൻ്റെ എമൗണ്ട് ആണ് 16.20 എന്ന് കിട്ടിയത്. ക്ലിയർ? 900 ഗ്രാംസിൻ്റെ എമൗണ്ട്, അതായത് ഇത് നമുക്കിപ്പോൾ 900 ഗ്രാംസിൻ്റെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. എന്താണ് ഈ 900 ഗ്രാംസിൻ്റെ കോസ്റ്റ് പ്രൈസ് 16.20. പക്ഷേ ഇയാൾ സെല് ചെയ്തത് എത്രയാണ്? 20 റുപ്പീസിനാണ്. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ 900 ഗ്രാംസ് തന്നെ 20 റുപ്പീസിനാണ് സെല് ചെയ്തത്. ക്ലിയർ? 20 റുപ്പീസിന് സെല് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നാൽ ഇവിടെ പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20 മൈനസ് എന്താണ് 16 കോസ്റ്റ് പ്രൈസ് 16.20. ദാറ്റ്സ് ഈക്വൽ എന്ത് കിട്ടും? 3.8. ക്ലിയർ? ഇത്രയും കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. പ്രോഫിറ്റ് കിട്ടിയാൽ സിമ്പിൾ അല്ലേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് എത്രയാണ്? 3.8 ഡിവൈഡ് ബൈ എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ആണ് എന്താ? 16.20 ഇൻറ്റു 100. ക്ലിയർ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇവിടുത്തെ 0 ക്യാൻസലായി. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പോയിൻറ്റ്സ് മാറ്റാം. പോയിൻറ്റ്സ് മാറ്റാൻ വേണ്ടിയിട്ട് 38 പിന്നെന്താ 0 ഡിവൈഡ് ബൈ 162 എന്ന് എഴുതാം. ക്ലിയർ? 162 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? 3.8 ഇൻറ്റു 100 വന്നു. സോ രണ്ടും 0 ഉണ്ട്. സോ ഫസ്റ്റ് 0 ഇവിടെ പോയി, സെക്കൻഡ് 0 നമ്മൾ ഒരു എക്സ്ട്രാ ഇട്ടു, പിന്നെ ഇവിടെ ഒരു 0യും കൂടി ഉണ്ട്. ക്ലിയർ? അതായത് നമ്മളിങ്ങനെ നോക്കിയാൽ എന്താ 33.80 ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ഡിവൈഡ് ബൈ 16.2 ആണ് കിട്ടുക. 20 ഇൻറ്റു 100 ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? 3 ഇത് മൾട്ടിപ്ലൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 380 ആണെന്ന് കിട്ടും. ഡിവൈഡ് ബൈ 16.2 ആണെന്ന് കിട്ടും. സോ ഡിനോമിനേറ്ററിൽ ഒരു പോയിന്റ് വന്നു. സോ ആ പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 2നെ കൊണ്ട് ഒരു 10നെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെയും 10 ഇവിടെയും 10. സോ നമുക്ക് എന്ത് കിട്ടും? 380 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 162 ആണെന്ന് കിട്ടും. ക്ലിയർ? 162 ആണെന്ന് കിട്ടും. ഇനി സിമ്പിൾ അല്ലേ? ഇനി ഇതും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതും കട്ട് ചെയ്താൽ നമുക്ക് 2 ടൈംസ് കിട്ടും. പോയിൻറ്റ് എത്രയാ? 34 ആണെന്ന് കിട്ടും. സോ 2.34 ഇൻറ്റു 10 ആണ്. സോ 23.45 ഉണ്ടാവും. ക്ലിയർ? 23.4 ആണ് നമ്മൾ നോക്കിയത്. 45 വരെ ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ കാൽക്കുലേഷനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എന്താ ഇത് നമ്മൾ ഫോൾസ് വെയ്റ്റിൻ്റെ പ്രോബ്ലംസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോൾസ് വെയ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അടുത്ത് നോക്കിയാൽ എന്താ ദ റേഷ്യോ ഓഫ് മാർക്കറ്റ് പ്രൈസ് ടു ദ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെയും റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഈസ് ടു കോസ്റ്റ് പ്രൈസ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? 5:3 ആണ് തന്നിട്ടുള്ളത്. ക്ലിയർ? മാർക്കറ്റ് പ്രൈസ് ഈസ് ടു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5:3 ആണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എങ്ങനെയാണ്? നമ്മൾ റേഷ്യോയിൽ പഠിച്ചാണ്. ഇതിൻ്റെ ഒരു റേഷ്യോ തന്നാൽ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു എക്സ് ഇട്ടാൽ പോരെ. സോ ഇതിന് നമുക്ക് 5x ഇട്ടാൽ ആക്ച്വൽ പ്രൈസ് കിട്ടി. ഇത് 3x ഇട്ടാൽ ആക്ച്വൽ പ്രൈസ് കിട്ടി. ക്ലിയർ? ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ എത്രയാണ്? 3645 ആൻഡ് ഷോപ്പ് കീപ്പർ ഗേവ് 2 സക്സസീവ് ഡിസ്കൗണ്ട്. 2 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്തു. ആദ്യം 25% കൊടുത്തു, പിന്നെ വീണ്ടും 10% കൊടുത്തു. അതാണ് സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയാം. ക്ലിയർ? ആദ്യം എത്രയാണ് കൊടുത്തു? ആദ്യം 25% കൊടുത്തു, പിന്നെ വീണ്ടും 10% കൊടുത്തു. അപ്പോൾ 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓൺ ദ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ക്ലിയർ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് കിട്ടിയത്? 5x ആണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിസ്കൗണ്ട് കൊടുത്തു. ഫസ്റ്റ് ഡിസ്കൗണ്ട് എടുത്ത് എത്രയാണ്? ഫസ്റ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 25% ആണ്. അപ്പോൾ ഒരു എമൗണ്ടിൻ്റെ 25% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിമൈനിങ് എത്രയായിരിക്കും? 25% നമ്മൾ കട്ട് ചെയ്തു. ബാക്കി റിമൈനിങ് എത്രയായിരിക്കും? ആ എമൗണ്ടിൻ്റെ 75% ആയിരിക്കില്ലേ? അതായത് 100 എന്ന എമൗണ്ട് ഇതിന് എന്താണ് 20% ഡിസ്കൗണ്ട് കൊടുത്തു. 100 എന്ന എമൗണ്ടിന് 20% ഡിസ്കൗണ്ട് കൊടുത്തു. ക്ലിയർ? 100 എന്ന എമൗണ്ടിന് 20% ഡിസ്കൗണ്ട് 25% ഡിസ്കൗണ്ട് കൊടുത്താൽ ഇതിൽ റിമൈനിങ് എത്രയായിരിക്കും? 75 ആയിരിക്കും. ക്ലിയർ? റിമൈനിങ് 75 ആയിരിക്കും. അപ്പോൾ
എന്താണ് ഇവിടെ നോക്കിയാൽ 5x ആണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതിൻ്റെ 25% മാറ്റി വെച്ചു, ഡിസ്കൗണ്ട് കൊടുത്തു. ബാക്കി റിമൈനിങ് എത്രയാണ്? 75% ആണ്. സോ 75 ഡിവൈഡ് ബൈ 100 ആണ് വരിക. ക്ലിയർ? ഇൻറ്റു, അതായത് ഇപ്പോൾ നമുക്ക് പുതിയ എമൗണ്ട് കിട്ടി, ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് കിട്ടി. പിന്നെന്താ, വീണ്ടും 10% ഡിസ്കൗണ്ട്. ക്ലിയർ? എഗെയിൻ 10% ഡിസ്കൗണ്ട്. സോ ഇപ്പോൾ നമുക്ക് ആക്ച്വൽ ന്യൂ വാല്യൂ കിട്ടി. ഇതിൻ്റെയും 10% ഡിസ്കൗണ്ട്. അപ്പോൾ 10% മാറ്റി ബാക്കി 90% ആണ് ആക്ച്വൽ വാല്യൂ അവിടെ ഉണ്ടാവുക. സോ 90%. ക്ലിയർ? ഇതെന്ന് പറയുന്നതാണ് ഫൈനൽ എന്താ സെല്ലിംഗ് പ്രൈസ്. ആദ്യം മാർക്കറ്റ് പ്രൈസ് 5x, അവിടുന്ന് 25% ഡിസ്കൗണ്ട് കൊടുത്തു, ബാക്കി റിമൈനിങ് 75%. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂ വാല്യൂ കിട്ടി. അപ്പോൾ വീണ്ടും 10% ഡിസ്കൗണ്ട്, റിമൈനിങ് 90%. അപ്പോൾ ന്യൂ വാല്യൂവിനെ കൂടെ 90% മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും നമുക്ക് എന്താ കറക്റ്റ് ആക്ച്വൽ ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് കിട്ടും. 2 സക്സസീവ് ഡിസ്കൗണ്ടിന് ശേഷമുള്ള സെല്ലിംഗ് പ്രൈസ് കിട്ടും. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ് 3645, 3645 ആണ് എന്താ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. സോ ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. സോ എന്താണ് എക്സ്, ഇവിടുന്ന് 0 0 കട്ട് ചെയ്തു, ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റാമല്ലോ. ഇവിടെ നിന്ന് കിട്ടി 3 4 കിട്ടി. ക്ലിയർ? പിന്നെന്താണ് 3 4 കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 3645 ഇൻറ്റു 2, 3645 ഇൻറ്റു 2, പിന്നെന്താ 3645 ഇൻറ്റു 2. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു 4, അതായത് ഇതും ക്യാൻസൽ ചെയ്തു. സോ നമുക്കിവിടെ 2 കിട്ടി. അപ്പോൾ എന്താ 2 ഡിവൈഡ് ബൈ എന്താ 3 ഇൻറ്റു 9. ക്ലിയർ? പിന്നെ നമ്മളെന്ത് ചെയ്താൽ എന്ത് കിട്ടും? 9ഉം നമുക്ക് ഏത് കട്ട് ചെയ്യാം? ഇത് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമ്മൾ നമ്മൾ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇത് പഠിച്ചില്ല, എന്താ ഡിവിസിബിലിറ്റി. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്താൽ 9 കിട്ടിയാൽ നമുക്ക് 9 കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. സോ ഇത് നമുക്ക് 9 വെച്ച് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. സോ 3645 ഇതിന് നമ്മൾ കട്ട് ചെയ്താൽ 405 എന്ന് കിട്ടും. ക്ലിയർ? ഇതിനെ നമുക്ക് എന്താ ഏത് വെച്ച് കട്ട് ചെയ്യാം? നമുക്ക് 3 വെച്ച് കട്ട് ചെയ്താൽ എന്താ 1 ടൈംസ് റിമൈൻഡർ 1 ആണ്. സോ 10 ആകുമ്പോൾ 3 ടൈംസ് റിമൈൻഡർ 1 ആണ്, 15 ആകുമ്പോൾ 5 ആണ്. ക്ലിയർ? അപ്പോൾ 135 ഇൻറ്റു 8 ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ? 135 ഇൻറ്റു 8 ആണ് നമുക്ക് വാല്യൂ കിട്ടുക. സോ ഇതിൻ്റെ വാല്യൂ എന്താ? 135 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0801. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ എന്താ എക്സിൻ്റെ വാല്യൂ കിട്ടുക. എക്സിൻ്റെ വാല്യൂ ഇതാണ് കിട്ടുക. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇതല്ല, എക്സിൻ്റെ വാല്യൂ അല്ല നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഡ്യൂറിങ് ദ ട്രാൻസാക്ഷൻ. സോ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ കോസ്റ്റ് പ്രൈസ് എന്താണ്? 3x ആണ്. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എന്താ? കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 3x ആണ്. 3 ഇൻറ്റു എക്സ് എന്താണ്? 1080 ഈക്വൽ ടു എന്താ? 3240 കിട്ടും. ഇതാണ് കോസ്റ്റ് പ്രൈസ് കിട്ടുക. കോസ്റ്റ് പ്രൈസ് കിട്ടി. സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 3645 ആണ്. ക്ലിയർ? ഇതാണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുക. സോ ഇവിടുന്ന് നമുക്ക് പ്രോഫിറ്റ് എന്ത് കിട്ടും? രണ്ടും മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് ഈക്വൽ ടു 405 എന്ന് കിട്ടും. സോ പ്രോഫിറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സോ പ്രോഫിറ്റ് കിട്ടി, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് എത്രയാണ്? 405 ഡിവൈഡ് ബൈ 3240 ഇൻറ്റു 100. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇത് നോക്കിയാൽ എന്താ? ഇതും 405 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. സോ ഡിവൈഡ് ബൈ 8. സോ ഈക്വൽ ടു 100/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 100/8. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 12.5%. സോ ആൻസർ എന്താണ്? 12.5% ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആ റേഷ്യോൻ്റെ ഇതൊക്കെ മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് ഇതിൻ്റെ റേഷ്യോ തന്നു. അപ്പോൾ അങ്ങനെ റേഷ്യോ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് പ്രൈസ് ഈസ് ടു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5:3 എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അതിനൊരു എക്സ് കൊടുത്താൽ മതി. അപ്പോൾ 5x മാർക്കറ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3x ആണ്. ആ വാല്യൂ നമുക്ക് കിട്ടി. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നു 2 സക്സസീവ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 5x ആണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതിന് 2 ഡിസ്കൗണ്ട് കൊടുക്കുന്നു. സോ എത്രയാണ്? 25% പോയാൽ ബാക്കി 75% ഉണ്ട്. സോ 5xനെ നമ്മൾ 75% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു ഡിസ്കൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 90% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും.
ക്ലിയർ. അപ്പോൾ അവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ കോസ്റ്റ് പ്രൈസിൽ ഇട്ടാൽ നമുക്ക് എന്താ, എക്സിൻ്റെ വാല്യൂ 3x ഇട്ടാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. ക്ലിയർ. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് ഈ വാല്യൂ കിട്ടും 3240 കിട്ടും. ക്ലിയർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താ, ഓപ്ഷൻ എ ആണ്, 12.5% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ സെല്ലിംഗ് 33 മീറ്റർ ക്ലോത്ത്. അപ്പോൾ 33 മീറ്റർ ക്ലോത്ത് സെല് ചെയ്യുന്നു. റാണീസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 മീറ്റർ ക്ലോത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, എന്താ 33% സെല് ചെയ്യുമ്പോൾ 33 മീറ്റർ ആണ്, 33 മീറ്റർ ക്ലോത്ത് സെല് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 11. അപ്പോൾ 33 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് 33 ഐറ്റമാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്തായിരിക്കും, അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 33 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, റാണീസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 11. അതായത് ടോട്ടൽ 33 ഉണ്ട്, അതിൽ 11 മീറ്ററിൻ്റെ, ഇതിൽ 11 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റാണ്. സെല് ചെയ്യുമ്പോൾ 11 മീറ്റർ പ്രോഫിറ്റാണ്, ബാക്കി 22 മീറ്റർ എന്തായിരിക്കും, അത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. ക്ലിയർ. അതായത് 33 മീറ്റർ സെല് ചെയ്യുമ്പോൾ അതിൽ 11 മീറ്റർ പ്രോഫിറ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിമൈനിങ് 22 എന്തായിരിക്കും, അതായിരിക്കും അതിൻ്റെ എന്താ, കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആയിരിക്കും. സോ റിമൈനിങ് 22ൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, അത് കോസ്റ്റ് പ്രൈസ് 33ൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഒരു റേഷ്യോ ഫൈൻഡ് ചെയ്യാം. ക്ലിയർ. എങ്ങനെ കിട്ടും, കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഈക്വൽ ടു 22 ഡിവൈഡ് ബൈ 33. ക്ലിയർ. സോ ഇതെന്ന് പറയുന്നത് 2/3 ആണ്. ക്ലിയർ. 2/3 ആണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ 2/3 ആണ് കിട്ടിയത്. ഇനിയോ, അപ്പോൾ ഇവിടെ നോക്കിയാൽ കോസ്റ്റ് പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയാൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ആണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എന്താണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 1 ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ക്ലിയർ. ഇനി എന്താ, ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ, ഗെയിൻ പെർസെൻറ്റേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സോ ഇതെന്താണ്, 50% ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ. 50% ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ. ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കാം. വെൻ എ ബൈസൈക്കിൾ മാനുഫാക്ചർ reduce the selling price by 50%, the number of bicycle sold radically increased by 700% initially. The manufacturer was getting a profit of 140%. What is the new profit percentage? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു യൂണിറ്റ് ബൈസൈക്കിളിന് നമ്മൾ സാധാരണ പറയുമ്പോൾ എന്താ, 100 ആണ് കോസ്റ്റ് പ്രൈസ് നമുക്ക് പറയാമല്ലോ, 100 ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ്, സെല്ലിംഗ് പ്രൈസ് എന്താ 50%. അതായത് ആക്ച്വൽ എന്താണ്, ഇവിടെ മാനുഫാക്ചർ വാസ് ഗെറ്റിംഗ് എ പ്രോഫിറ്റ് ഓഫ് 140. അതായത് വെൻ എ ബൈസൈക്കിൾ മാനുഫാക്ചർ റെഡ്യൂസ്ഡ് ദ സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ്ഡ് എത്രയാ, റെഡ്യൂസ് ചെയ്തത് 50% ആണ്. ദ നമ്പർ ഓഫ് ബൈസൈക്കിൾ സോൾഡ് റാഡിക്കലി ഇൻക്രീസ്ഡ് ബൈ 700. അപ്പോൾ 50% റെഡ്യൂസ് ചെയ്താൽ സെല്ല് ചെയ്യുന്ന എന്താ, ബൈസൈക്കിളിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യും. എത്രയാ, 700 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ദ മാനുഫാക്ചർ വാസ് ഗെറ്റിംഗ് എ പ്രോഫിറ്റ് ഓഫ് 140%. അതായത് ഒരു സൈക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 140% പ്രോഫിറ്റ് വേണം, 140% പ്രോഫിറ്റാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, 100ൻ്റെ 140% എന്താ, 100ൻ്റെ 140% 140. അപ്പോൾ 100 ഉണ്ട്, അതിൻ്റെ കൂടെ 140%. സോ ടോട്ടൽ 240 ആയിരിക്കണം അയാൾ സെല്ല് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ അയാൾക്ക് എന്താ 140% പ്രോഫിറ്റ് കിട്ടും. ഇനി എന്ത് പറയുന്നു, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. സോ ആ സെല്ലിംഗ് പ്രൈസ് എന്താ 50%. അതായത് റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് ബൈ 50%. അപ്പോൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 50% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. സോ ഇപ്പോൾ 240 ആണ്, അപ്പോൾ അവിടെ നിന്ന് എത്രയാണ് 50% ആയി റെഡ്യൂസ് ചെയ്യുന്നു. സോ എന്താ 120 ആണ് ന്യൂ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താ, ഇവിടെ നേരത്തെ 1 രൂപക്ക് അതായത് 1 യൂണിറ്റ് വാങ്ങിയത് ഇപ്പോൾ എന്താ 7 ടൈംസ് ഇൻക്രീസ് ആയി. 7 ടൈംസ് ഇൻക്രീസ് ആയ 7 ആണോ, അല്ല, 70%, 700% ഇൻക്രീസ് ആയി. 700%. അതായത് ഇപ്പോൾ 100 ഉള്ളത്
100% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 അല്ലേ? 100 ഉള്ളത് 100% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പോൾ ഈ 1 യൂണിറ്റ് 700 ടൈംസ് ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് 100% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പോൾ 700 ടൈംസ് ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ 8 ആണ്. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ ഉള്ള എന്താ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 8 യൂണിറ്റ് വാങ്ങാൻ പറ്റും. ക്ലിയർ? 8 യൂണിറ്റ് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കി 8 യൂണിറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്താണ്? 8 യൂണിറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 800 ആണ് അല്ലേ? ആക്ച്വലി 8 യൂണിറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 800 ആണ്. സോ ഇവിടെ ഒരു യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 120 ആണ്. സോ 8 യൂണിറ്റിൻ്റെത് നമുക്ക് എന്ത് കിട്ടും? സോ ഇൻറ്റു 960 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് 160 ആണ് ഡിഫറൻസ്, ഡിവൈഡ് ബൈ 800 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 20% ആണ് പ്രോഫിറ്റ് കിട്ടുക. പക്ഷേ നമ്മളിതാ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് എന്താ 50% റെഡ്യൂസ് ചെയ്തിട്ടാകുമ്പോൾ 120 ആണെന്ന് കിട്ടി. കോസ്റ്റ് പ്രൈസ് 100 ആണ്, 120 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇത് ഒരു ഐറ്റത്തിൻ്റെയാണ്. എത്ര ഐറ്റം കൂടിയാലും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇവിടെ സെയിം ആയിരിക്കും. ഇനി ഇവിടെ എന്താ ഒരൈറ്റത്തിനാണ് 10 ഐറ്റം കൂടിയെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ ഒരൈറ്റത്തിൻ്റെ റേറ്റ് ആണ്. ഇൻറ്റു 10 ചെയ്താലും നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് സെയിം ആയിരിക്കും. സോ നമുക്കിത് ഇവിടുന്ന് തന്നെ എന്താ 100 120 സോ 20% ഇൻക്രീസ് ആയെന്ന് ഫൈൻഡ് ചെയ്യാം. ക്ലിയർ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതേപോലെ എഴുതിയിട്ട് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാം. സോ 20% ആണ് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ? 20% ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ബൈ സെല്ലിംഗ് എ പെൻ ഫോർ എത്രയാ? ₹144. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 144 ആണ്. സോ അനുരാഗ് ലോസസ് 1/7 ഓഫ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ ലോസ് ഉണ്ടാവുന്നത് എത്രയാണ്? ലോസ് ഉണ്ടാവുന്നത് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ 7 ആണ്. ക്ലിയർ? കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ 7 ആണ് നമുക്ക് എന്താ ലോസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആക്ച്വലി ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്രൈസ്. ക്ലിയർ? ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് എന്താ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 144. ഇതല്ലേ ലോസ്? ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ നോക്കിയേ എന്താണ്? സെല്ലിംഗ് പ്രൈസ് 144. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മൈനസ് 144 ആണ് ലോസ്. സോ ഇവിടെ നമുക്കൊരു ലോസ് കിട്ടി. ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ബൈ 7 കിട്ടി. ഇവിടെ കോസ്റ്റ് പ്രൈസ് മൈനസ് 144 കിട്ടി. സോ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇത് രണ്ടും ലോസ് ആണ്. സോ ഇവിടെ നമുക്ക് എന്താ കോസ്റ്റ് പ്രൈസ് രണ്ടും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ കോസ്റ്റ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു എന്താ? 144. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു എന്ത് കിട്ടി? 144 ആണെന്ന് കിട്ടും. സോ ഇവിടുന്ന് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എന്താ? 144 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 7 ആണെന്ന് കിട്ടും. സോ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതെന്ത് കിട്ടും? 24 കിട്ടും. സോ 24 ഇൻറ്റു 7 ആണ് കോസ്റ്റ് പ്രൈസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 168 ആണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടുക. 168 ആണ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റിൽ ചോദിച്ചെന്താ? വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് നോക്കേണ്ടത്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താവുമെന്ന് നമ്മൾ നോക്കാം. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഇതാണ്. കോസ്റ്റ് പ്രൈസ് ഇതാണ്. സോ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ് വന്നത്? സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്യണം. സോ അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 168 ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 189 ആണ്. ക്ലിയർ? ഇഫ് പെൻ സോൾഡ്, അതായത് ആദ്യത്തെ കാര്യം പറഞ്ഞു. ഇനി പെൻ എത്ര സെല് ചെയ്താൽ? 189 സെല് ചെയ്താൽ അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 189. അങ്ങനെ സെല് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് 21 അല്ലേ ഡിഫറൻസ് കിട്ടുക? 21 ആണ് ഡിഫറൻസ് കിട്ടുക. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 21 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 168 ഇൻറ്റു 100. ക്ലിയർ? ഇതാണ് കിട്ടുക. സോ 168 ആണ് കോസ്റ്റ് പ്രൈസ്. സോ ഇത് നമുക്ക് 4 വെച്ച് കട്ട് ചെയ്താൽ 4 കിട്ടും. പിന്നെന്ത് കിട്ടും? 4 4 വെച്ച് കട്ട് ചെയ്താൽ 4 2 കിട്ടും. സോ ഇവിടെ 25 ആണെന്ന് കിട്ടും. 42. സോ നമുക്ക് എന്ത് കിട്ടി? 21 അല്ലെങ്കിൽ 21 ഇൻറ്റു 4. സോ ഇവിടെ ലാസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 21 ആണ്
ഇവിടെ കിട്ടിയ 21/1 അതായത് 21/168 ഇൻറ്റു 100 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ക്ലിയർ? അപ്പോൾ 21 × 8 ചെയ്താൽ 21 × 8 ചെയ്താൽ എന്ത് കിട്ടും? 21 × 8 ചെയ്താൽ 168 ആണ്. സോ 8. സോ 100/8 100/8 എന്ന് പറഞ്ഞാൽ 12.5 ആണ്. ക്ലിയർ? 12.5 ആണ് കിട്ടുക. സോ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് മനസ്സിലായില്ലേ? 21/168 ആണ്. സോ 21 × 8 ആണ് 168. ക്ലിയർ? സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ 12% ഗെയിൻ ആൻഡ്, അതായത് ഇവിടെ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 12% ഗെയിൻ, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 12% ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? ഇതിൻ്റെ 100ൻ്റെ 12%. സോ എത്ര കിട്ടും നമുക്ക്? 112 കിട്ടും. ക്ലിയർ? 100ൻ്റെ അടുത്ത സാധനമാണെങ്കിൽ 112 സെല്ല് ചെയ്തത്. ഇനി 4% ലോസ് എന്ന് പറഞ്ഞു. അപ്പോൾ 100 ഉള്ള സാധനം 4% ലോസിന് സെല്ല് ചെയ്താൽ എത്ര കിട്ടും? 96 സെല്ല് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ അസംഷനാണ്. 100 ഉള്ളത് 12% പ്രോഫിറ്റ് ആണെങ്കിൽ 112. ഇനി 100 ഉള്ളത് 4% ലോസ് ആണെങ്കിൽ 96. ക്ലിയർ? അത് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 60. ഇവിടെ നമുക്ക് നോക്കിയാൽ എത്രയാണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്? ശരിക്കും എത്രയാണ്? 16 ആണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. 16% ആണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. അതായത് 112ഉം 96ഉം തമ്മിൽ എത്രയാണ്? 16% ഡിഫറൻസ്. ആ 16% എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 28 ആണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞു. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 12% ഗെയിൻ ആൻഡ് 4% ലോസ് എന്നാണ് ₹28 ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ 16 യൂണിറ്റ് ആണ്. ഈ 16 യൂണിറ്റ് ആണ് നമുക്ക് എന്ത് പറയാം? 28 എന്ന് പറയുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. 100 ആണ് കോസ്റ്റ് പ്രൈസ്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 100 എന്ന് പറയുന്നത് എന്താണ്? 28/16 × 100 ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതും കട്ട് ചെയ്തു. 4 25. സോ ഇതും കട്ട് ചെയ്താൽ 7. സോ 7 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 175. ക്ലിയർ? അപ്പോൾ ഇവിടെ അപ്പോൾ എന്താ ആൻസർ കിട്ടുക? ഓപ്ഷൻ എ 175 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പറഞ്ഞു കോസ്റ്റ് പ്രൈസ്, ഇവിടെ എന്ത് പറഞ്ഞു? പ്രോഫിറ്റ് 12%ഉം അതുപോലെ ലോസ് 4%ഉം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100 ആയാൽ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? പ്രോഫിറ്റ് 12 ആകുമ്പോൾ 112. ക്ലിയർ? 112 നമുക്ക് സെല്ലിംഗ് പ്രൈസ് മാറും. ഇനി അതേപോലെ 4% ലോസ് എന്ന് പറഞ്ഞാൽ എന്താവും? 100 ഉള്ളത് 96 ആവും. സോ എന്നിട്ട് പറഞ്ഞു എന്താണ്? അപ്പോൾ ഈ ഗെയിനിൻ്റെയും ലോസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. നമ്മളിവിടെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ യൂണിറ്റിൻ്റെ ബേസിലെടുത്തു. നമ്മൾ അസംഷൻ ചെയ്തതിൻ്റെ ബേസിൽ നമുക്കെന്താ ഇവിടുന്ന് ഡിഫറൻസ് എന്ന് പറയുന്നത് 16 യൂണിറ്റ് ആണെന്ന് കിട്ടി. പക്ഷേ ആക്ച്വൽ വാല്യൂ എന്താ? 28 ആണെന്ന് വന്നു. സോ 16 യൂണിറ്റ് ഈക്വൽ ടു 28 ആണെന്ന് കിട്ടി. ക്ലിയർ? 16 യൂണിറ്റ് ഈക്വൽ ടു 28 ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റ് ആണ് എന്താ? ആക്ച്വൽ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 16 യൂണിറ്റ് 28 ആണ്. 100 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ 175 ആണെന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രശേഖർ സോൾഡ് എത്രയാണ്? 12 ഐഡൻറ്റിക്കൽ ആർട്ടിക്കിൾ ഫോർ എ ടോട്ടൽ ഓഫ് ₹420. 420ക്ക് എന്താ സെല് ചെയ്തു. incurring a loss equal to the cost price of 7 such article. The cost price of 1 such article is. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രശേഖർ 12 ഐറ്റംസ് സെല് ചെയ്തു. അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12 അതായത് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 12 ചെയ്താൽ അതിൻ്റെ ടോട്ടൽ സെല് ചെയ്ത പ്രൈസ് കിട്ടും. അതെന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രശേഖർ സോൾഡ് 12 ഐറ്റംസ് ആർട്ടിക്കിൾ എത്രയാണ്? 420ക്കാണ് സെല് ചെയ്തത്. സോ 420ക്കാണ് സെല് ചെയ്തു. ക്ലിയർ? അത് നമുക്ക് കിട്ടിയില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻക്വയറിംഗ് എ ലോസ് ഈക്വൽ ടു ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 7 സച്ച് ആർട്ടിക്കിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായി? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ സെല്ല് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് എന്താ? 7 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വലാണ്. ലോസ് എന്ന് പറയുന്നത് 7 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസിന് ഈക്വലാണ്. അപ്പോൾ എന്താണ് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് പ്രൈസിന്, അതായത് 12 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് 7 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്താൽ, കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ ഇവിടെ
എന്താ ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 7 ഐറ്റം. കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? ഈ സെല്ലിംഗ് പ്രൈസ് കിട്ടും. 420 ആണെന്ന് കിട്ടും. 12 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണെന്ന് കിട്ടും. സോ 420 ഈക്വൽ ടു എന്താണ്? എന്ത് കിട്ടും? 12 കോസ്റ്റ് പ്രൈസ് മൈനസ് 7 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടും. സോ എന്താ ഇവിടെ ടോട്ടൽ 5 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കിട്ടുക. എന്താ 420 ആണെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എന്താ? 420 ഡിവൈഡ് ബൈ 5 ആണെന്ന് കിട്ടും. ഈക്വൽ ടു എന്താ? 84 ആണെന്ന് കിട്ടും. ക്ലിയർ? 84 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ചെയ്തൊന്നുമില്ല, സിമ്പിളാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 12 ഐറ്റം സെല് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണ്? 420. 12 അതായത് ചന്ദ്രജയ് സോൾഡ് എത്രയാ? ടോട്ടൽ ഓഫ് 12 ഐഡൻറ്റിക്കൽ ആർട്ടിക്കിൾ ഫോർ എ ടോട്ടൽ ഓഫ് എത്രയാ? 420 12 ഐറ്റത്തിനും കൂടി 420 ആണ്. സോ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ SP എന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 12 ഐറ്റം എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 420 ആണെന്ന് കിട്ടും. ഇത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ പറഞ്ഞു എന്താണ്? അങ്ങനെ ചെയ്യുമ്പോൾ 7 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ലോസ് ആയി സംഭവിച്ചു. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 420 ആണ്. ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് നിന്ന് 12 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് നിന്ന് 7 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ, അതായത് 12 ഐറ്റം ടോട്ടൽ എമൗണ്ട്, അതിൽ നിന്ന് ലോസ് മൈനസ് ചെയ്താൽ നമുക്ക് 420 കിട്ടില്ലേ? കിട്ടും. അപ്പോൾ 7 കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ 420 കിട്ടും. അവിടുന്ന് നമുക്ക് എന്താ? ഇതാ ഈ കണ്ടുപിടിച്ച പോലെ നമുക്ക് എന്താ? കോസ്റ്റ് പ്രൈസും ഫൈൻഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ എന്താ ആൻസർ ചെയ്താൽ കിട്ടാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 84 ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. 84 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആർട്ടിക്കിൾ സോൾഡ് അറ്റ് എ ഗെയിൻ ഓഫ് 12%. അപ്പോൾ ഇവിടെ ഗെയിൻ എത്രയാണ്? 12%. അതായത് 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ അതിൻ്റെ 12% ഗെയിൻ പ്ലസ് 12%. അങ്ങനെ വന്നാൽ എന്താ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1112 ആണ് സെല്ലിംഗ് പ്രൈസ്. ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് ഫോർ എത്രയാ? 33 മോർ. 33 റുപ്പീസ് മോർ എന്താ സെല്ല് ചെയ്താൽ, ഇപ്പോൾ സെല്ല് ചെയ്യുന്ന പ്രൈസ് നമുക്കറിയില്ല, പക്ഷെ നമ്മളെന്താ 112 യൂണിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. പക്ഷേ എന്താ 33 റുപ്പീസ് മോർ സെല്ല് ചെയ്താൽ ദ ഗെയിൻ വുഡ് ബി 14%. അപ്പോൾ എന്താ ആക്ച്വൽ പ്രൈസിൻ്റെ 14% ആവും ഗെയിൻ എന്ന് പറയാം. സോ 14% 114 ആണ് ഗെയിൻ ആവുക. ക്ലിയർ? 12% ആദ്യം ഗെയിൻ, അപ്പോൾ 112 കിട്ടി. 14% രണ്ടാമത് ഗെയിൻ. അതെങ്ങനെ രണ്ടാമത് ഗെയിൻ വരുന്നത്? 33% കൂടുതലിന് സെല്ല് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് ഇപ്പോൾ ഉള്ളതിനേക്കാളും 33% അല്ല 33 റുപ്പീസ് കൂടുതലിന് സെല്ല് ചെയ്താൽ നമുക്ക് എന്താ? 114 ആണ് നമുക്ക്, അതായത് 14% ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് എത്രയായിട്ടാ? അതായത് ആക്ച്വലി ഇവിടുന്ന് നമ്മൾ എന്താ ചെയ്തേ? 33 റുപ്പീസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഇങ്ങനെ വന്നത് 33 റുപ്പീസ് ആഡ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ എത്ര യൂണിറ്റാണ് ഇവിടെ ഡിഫറൻസ് വന്നത്? ആക്ച്വലി 2 യൂണിറ്റാണ് ഡിഫറൻസ് വന്നത് ഈ 33 റുപ്പീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ. സോ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 33 റുപ്പീസാണ്. 2 യൂണിറ്റ് എന്ന് പറയുന്നത് 33 റുപ്പീസാണ്. സോ ആക്ച്വലി അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16.5 ആയിരിക്കില്ലേ? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 16.5 ആയിരിക്കും. സോ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 യൂണിറ്റ് 16.5. സോ 100 എന്ന് പറയുന്നത് 16.5 ഇൻറ്റു 100 ഈക്വൽ ടു 1650 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? 1650. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ സിമ്പിളാണ്. നമ്മളോട് പറഞ്ഞു എന്താ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12% ആണ്. പിന്നെ പറഞ്ഞു എന്താ? 33 റുപ്പീസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 14% കിട്ടുമെന്ന് പറഞ്ഞു. സോ നമുക്ക് 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 33 റുപ്പീസ് വേണം. അപ്പം 1 യൂണിറ്റ് 16.5. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്താ? 100 യൂണിറ്റ്. അതെന്ന് പറയുന്നത് എന്താണ്? 16.5 ഇൻറ്റു 100 ദാറ്റ് ഈസ് 1650. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40% ഓഫ് എ ഗുഡ്സ് ആർ സോൾഡ് അറ്റ് 2% ലോസ്. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 100x ആണെന്ന് എടുക്കാം. ആക്ച്വലി 100, അതായത് ഒന്നിന് 1 രൂപ, ടോട്ടൽ 100 ഉണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ ഈ 100 ഉള്ളത് 40% ഓഫ് ദ ഗുഡ്സ് ആർ സോൾഡ് 20%. അപ്പോൾ ടോട്ടലായി 100 ഉണ്ട്. അതിൽ നിന്ന് 40% എന്താ? 2 റുപ്പീസ് ലോസിന് സെല് ചെയ്തു. റെസ്റ്റ് ബാക്കി എത്രയാണുള്ളത്? ബാക്കി 60%. 60% എന്ന് പറയുന്നത് 4 റുപ്പീസ് പ്രോഫിറ്റിന് സെല് ചെയ്തു. 4% പ്രോഫിറ്റിന് സെല് ചെയ്തു.
ക്ലിയർ? ഇതാണ് പറയുന്നത്. സോ ഇഫ് ദർ ഇസ് എ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 250 ദെൻ കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ ഇവിടെ ടോട്ടൽ, അതായത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഇത് നോക്കിയാൽ 40x ആണ്. ഇത് 100x ആണെങ്കിൽ ഇത് 40x ആവും, ഇത് 10x ആവും, 60x ആവും. സോ 40x ആണ് നമ്മുടെ ആക്ച്വൽ റേറ്റ്. അപ്പോൾ അതിൻ്റെ എന്താണ് 2% ലോസ്. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് 98/100 എന്ന് ചെയ്താലോ, അതായത് 100 ഐറ്റത്തിന് 100x ആണ് റേറ്റ്. 100 ഐറ്റത്തിന് 100x ആണ്. സോ അതിന്ന് 40 ഐറ്റത്തിന് എന്തായിരിക്കും 40x ആണ്. സോ 40x ഇൻറ്റു 40 ഐറ്റത്തിന് 40x ആണ് റുപ്പീസ് റേറ്റ്. സോ 40x 40xൻ്റെ സെല്ലിംഗ് പ്രൈസ്, അതായത് 40x ആണ് ആക്ച്വലി അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. അതായത് നിങ്ങളിവിടെ മനസ്സിലാക്കണം, 100x ആണ് ആക്ച്വൽ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അതിന്ന് 40%ൻ്റെ പ്രൈസ് എന്തായിരിക്കും 40x. 40% പ്രൈസ് 40x ആണ്. ബാക്കി 60x ഇവിടെ ഉണ്ടാവും. ഒരെണ്ണത്തിന് 1 രൂപയാണ്. അപ്പോൾ 100 ഒരെണ്ണത്തിന് x ആണ്. അപ്പോൾ 100 എണ്ണത്തിന് 100x ആണ്. 40 എണ്ണത്തിന് 40x ആണ്. ക്ലിയർ? അത് ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇത് ഈ 40x 2% ലോസ് ആണ്. സോ 40x ആണ് ഇതിൻ്റെ ടോട്ടൽ. അപ്പോൾ അതിന്ന് 2% ലോസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 98/100 ചെയ്യാം. പ്ലസ് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടില്ലേ, പ്ലസ് ബാക്കിയുള്ള 60x 4% പ്രോഫിറ്റാണ്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടും? 4% പ്രോഫിറ്റാണ് വരേണ്ടത്. സോ 104/100 എന്ന് ചെയ്യാം. ക്ലിയർ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതും 40യും 98ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. 4ഉം 98ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 392x എന്ന് കിട്ടും. പ്ലസ് ഇവിടെ നോക്കിയാലോ 6ഉം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 624x എന്ന് കിട്ടും. /10 ആണ് കിട്ടുക. ക്ലിയർ? /10. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 4 6 കിട്ടും. 101 1016 കിട്ടും. /10 ഈക്വൽ ടു ഇത്ര x ആണ്. ഈക്വൽ ടു എന്താ? അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 101.6x ആണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? ഇനി നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇനി കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100x ആണ്. നമ്മൾ ഓൾറെഡി 100x ആണ് കിട്ടി. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 101.6x ആണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്തായിരിക്കും? പ്രോഫിറ്റ് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. എന്താ? 1.6x ആണ് പ്രോഫിറ്റ് എന്ന് പറയാം. സോ 1.6 പ്രോഫിറ്റാണ്. പക്ഷേ ഇതാ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 250 ആണ് തന്നു. സോ 1.6x ഈക്വൽ ടു എന്താ? 250 ആണ്. അപ്പോൾ ഇവിടുന്ന് x ഈക്വൽ ടു എന്താ? 250/1.6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? അത് നമ്മൾ അത്ര തന്നെ എടുത്താൽ മതി. എന്താ? 250/1.6 ആണെന്ന് എടുത്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മളെന്താ? കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. കോസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് തന്നിട്ടില്ലേ? 100x ആണ്. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100x. സോ 100x. സോ എക്സിൻ്റെ വാല്യൂ എന്താ? 150/1.6 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? 100 ചെയ്യാം. ക്ലിയർ? എക്സിൻ്റെ വാല്യൂ ആണ് ഇത്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഇത് നമുക്ക് എങ്ങനെയാണ്? 250/160 16 ഇൻറ്റു 1000 എന്നുണ്ടാവും. സോ ഇതും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പിന്നെ 5.625. ക്ലിയർ? അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 15625. ക്ലിയർ? ഇതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ക്ലിയർ? അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100x ആണ് നമ്മളെടുത്തു. എന്നിട്ട് പറയുന്നു അതിൻ്റെ 40% എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ, അതായത് ഒരു ഐറ്റത്തിന് x റുപ്പീസ് ആണെങ്കിൽ ടോട്ടൽ എന്താ? 100x ആണ് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിക്ക് നമ്മളെന്താ? 40x അതിന് 2% ലോസിന് സെല് ചെയ്തു. അപ്പോൾ എന്താ? 40x ഇൻറ്റു 98 ഇവിടെ ചെയ്തത് 98/100. പിന്നെ ബാക്കിയുള്ള റിമൈനിങ് പാർട്ടിന് 4% എന്തായി? പ്രോഫിറ്റിന് സെല് ചെയ്തു. സോ 60x ഇൻറ്റു 4% പ്രോഫിറ്റാണ് ഇങ്ങനെ ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് 100x ആണ് ടോട്ടൽ എന്താ? കോസ്റ്റ് പ്രൈസ്. സോ 100xൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ക്ലിയർ? അപ്പം അങ്ങനെയാണ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ ഷോപ്കീപ്പർ മാർക്ക്ഡ് എ പ്രൈസ് ഓഫ് എ ന്യൂ ഐറ്റം
ആസ് എത്രയാണ് റുപ്പീസ് 1280 ആണ്. ഇഫ് ഹി ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ഈവൻ ആഫ്റ്റർ ഗിവിങ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? എ ഷോപ്പ് കീപ്പർ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ന്യൂ ഐറ്റം എത്രയാണ് 1280. ഇഫ് ഹി ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20% ഈവൻ ആഫ്റ്റർ ഡിസ്കൗണ്ട് എത്രയാണ് 10%. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്തു. സോ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു എത്രയാണ് 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്രയാണ് 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി 990. ഓക്കെ, 90 ആണ്. 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി 90 ആണ്. അപ്പോൾ സോ മാർക്കറ്റ് പ്രൈസിൻ്റെ 90 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് കിട്ടി, ഇത്രയും കിട്ടി. ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോഫിറ്റ് ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. ക്ലിയർ? അപ്പോൾ 100 ഉള്ള ഒരു ഐറ്റം 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, 100 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ ക്ലിയർ എന്താണ് 20% പ്രോഫിറ്റ്. സോ 120ക്ക് നമ്മൾ സെല്ല് ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 120 ആണ്. സോ നമുക്ക് ഇവിടെ 120 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു സാധനം കിട്ടി സെല്ലിംഗ് പ്രൈസ്. ഇത് രണ്ടും സെല്ലിംഗ് പ്രൈസ് അല്ലേ? സോ ഇത് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്താണ് 120 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 90 ഡിവൈഡ് ബൈ 100 ആണ്. ക്ലിയർ? ഇത് നമുക്ക് കിട്ടി. അപ്പോൾ 120 എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ഇത് കിട്ടി. നമുക്കെന്താ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? 120 യൂണിറ്റാണ് ഇത് കിട്ടി. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 യൂണിറ്റാണ്. മനസ്സിലായോ? നമുക്കിവിടെ പറഞ്ഞു 100 എടുത്താൽ അതിൻ്റെ പ്രോഫിറ്റ് 20 കൂടിയിട്ട് 120ക്ക് സെല്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 90% ആണ്. സോ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ 120 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ 90% ആണ്. അപ്പോൾ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? 100% എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ 90% ഇൻറ്റു എന്താ ഈ 120 നേരെ ഡിനോമിനേറ്ററിൽ വരും, 100 നേരെ ന്യൂമറേറ്ററിൽ വരും. നമ്മൾ കൺവേർട്ട് ചെയ്യാൻ അറിയാമല്ലോ. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്താ 100. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. എന്താണ് മാർക്കറ്റ് പ്രൈസ്? എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1280 ആണ് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ബാക്കി റിമൈനിങ് വാല്യൂസ്. ഇതും ഇതും കട്ട് ചെയ്തു, പിന്നെന്താ ഇതും കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യാം. സോ ഇവിടെ 3 കിട്ടും, 4 കിട്ടും. ക്ലിയർ? സോ 3/4 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇനിയോ ഇത് ചെയ്താൽ 4 കൊണ്ട് ചെയ്താൽ നമുക്കെന്താ 3 കിട്ടും, 20. ദാറ്റ് ഈസ് എന്താ 960 ആണ് കോസ്റ്റ് പ്രൈസ് കിട്ടുക. 960 ആണ് കോസ്റ്റ് പ്രൈസ് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. 960 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹോൾസെയിലർ സോൾഡ് എ വാട്ടർ പ്യൂരിഫയർ അറ്റ് എ ലോസ് ഓഫ് 40%. അപ്പോൾ വാട്ടർ പ്യൂരിഫയർ അതായത് ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100, നമ്മൾ എപ്പോഴും എടുക്കുന്ന 100 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ പ്യൂരിഫയർ എത്രയാണ്? 40% ലോസിനാണ് സെല്ല് ചെയ്തത്. 40% ലോസിന് സെല്ല് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്? എത്രയാണ്? 60 ആണ്. 60 ആണ്. 100 ഉള്ളത് 40% ലോസിന് സെല്ല് ചെയ്താൽ 60 യൂണിറ്റിനാണ് സെല്ല് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഇഫ് സെല്ലിംഗ് പ്രൈസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 125, അതായത് ഇപ്പോൾ 60ക്ക് സെല്ല് ചെയ്തു, 60 ആണ് സെല്ല് ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് എന്താ 125 ഇൻക്രീസ് ചെയ്താൽ എന്താ 10% പ്രോഫിറ്റായി. സോ ഇവിടെ എത്രയാണ്? -40% ആണ്. ഇവിടെ 10% ഇൻക്രീസ് ആവും. 10% ഇൻക്രീസ് ആയ 110 ആണ് കിട്ടുക. അപ്പോൾ ഇത് സെല്ലിംഗ് പ്രൈസ് 2. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് തന്നെ, അതായത് 60 യൂണിറ്റിൽ നിന്ന് 100 യൂണിറ്റിലേക്ക് ഇൻക്രീസ് ആയി. അപ്പോൾ ₹125 ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ആദ്യം ലോസിലാണ്. അപ്പോൾ 60% സെല്ല് ചെയ്യേണ്ടി വന്നു. 125 റുപ്പീസ് ഇൻക്രീസ് ചെയ്താൽ അത് നമുക്ക് പ്രോഫിറ്റായി 10% ആയിട്ട്. സോ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിഫറൻസ് ആണ് 125. സോ അതെന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണ്? 50 യൂണിറ്റ് ആണ്. കാരണം 110 ഡിവൈഡ് ബൈ -60 എന്ന് പറഞ്ഞാൽ 50 യൂണിറ്റ്. സോ 50 യൂണിറ്റ് ആണ് 125. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. സോ 100 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 യൂണിറ്റ് ഈക്വൽ ടു എന്താ? ഇത് 50 യൂണിറ്റ് 125, 100 യൂണിറ്റ് 250. സോ ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. 250 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് നോക്കാം. ബൈ സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ എത്രയാ 4125, എ ഗെയിൻസ് 10%. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ ഐറ്റം ഇൻ ഓർഡർ ടു ഗെയിൻ 18%? സിമ്പിളാണ്. എന്താണ് 110% എന്ന് പറഞ്ഞാൽ എന്താണ്? 4125. ആൾക്കെന്താ
10% ഓൾറെഡി ഉള്ളത് അയാൾക്ക് 18% പ്രോഫിറ്റ് വേണം. സോ 118% ആണ് കിട്ടേണ്ടത്. സോ എന്താ സിമ്പിൾ അല്ലേ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 4000 to 125 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 18 ചെയ്താൽ 118 ചെയ്താൽ നമുക്ക് ആൻസർ ആയി. സോ ഇതെന്താ, ഇത് കട്ട് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? എങ്ങനെ കട്ട് ചെയ്യാം? അതായത് നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം, 4125 ഇൻറ്റു 118 ഡിവൈഡ് ബൈ 11 ഇൻറ്റു 10 എന്ന് ചെയ്യാം. സോ 11 വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 11 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ 3 കിട്ടും. 11 വെച്ച് കട്ട് ചെയ്താൽ ഫസ്റ്റ് തന്നെ 3 പിന്നെ 7 5. ക്ലിയർ? അപ്പോൾ 11 വെച്ച് കട്ട് ചെയ്തു, പിന്നെ 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 2 കിട്ടും. സോ ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 7 5 75. ക്ലിയർ? 75. സോ ഈ 2ഉം കട്ട് ചെയ്താൽ 59. സോ നമുക്ക് 75 ഇൻറ്റു 59 ഇതാണ് കിട്ടുക, 75 ഇൻറ്റു 59. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, 5 ആണ് ലാസ്റ്റ് വരേണ്ടത്. യൂണിറ്റ് ഡിജിറ്റ് മാത്രം നിങ്ങൾ നോക്കുക. 9 ഇൻറ്റു 5 ലാസ്റ്റ് 5 ആണ്. അങ്ങനെയുള്ള 5 ഉള്ള ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. എന്താ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട, എന്താ യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ജെയിംസ് ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ എത്രയാ 1920 ഈസ് ഈക്വൽ ടു ദ പെർസെൻറ്റേജ് ലോസ് ഇൻക്വേർഡ് ബൈ സെല്ലിംഗ് സെയിം ആർട്ടിക്കിൾ എത്രയാ 1500. അതായത് ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് 1 എന്ന് പറയുന്നത് 1920. അപ്പോൾ ഏതൊക്കെ എന്താ പ്രോഫിറ്റ് ആണ്. സോ ഈക്വൽ ടു, അതായത് ഈ സെയിം പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടി ആ സെയിം പെർസെൻറ്റേജ് ആണ് ലോസ് ഉണ്ടാകുന്നത്. എപ്പോഴാണ് സെല്ലിംഗ് പ്രൈസ് 2 എന്ന് പറയുന്നത്, എത്രയാണ് സെല്ലിംഗ് പ്രൈസ് 2 എന്ന് പറയുന്നത് 1500. സോ അപ്പോൾ ലോസ് ആണ് ഉണ്ടാകുന്നത്. ക്ലിയർ? സോ ഇവിടെ എന്താ, കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു എന്താണ്, കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു നമ്മൾ എക്സ് ആണെന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് ഈക്വൽ ടു ലോസ് ആണ്. ക്ലിയർ? പ്രോഫിറ്റ് ഈക്വൽ ടു ലോസ് ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കോസ്റ്റ് പ്രൈസ് എക്സ് ആണെന്ന് വിചാരിച്ചാൽ ആദ്യം പ്രോഫിറ്റ് ഉണ്ടായി, അങ്ങനെ ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് അല്ലേ കൂടുതൽ. സോ 1920 എന്ന് നമ്മൾ കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടിയില്ലേ, കിട്ടി. അതുപോലെ ലോസ് ഉണ്ടാകുമ്പോൾ എന്താ, കോസ്റ്റ് പ്രൈസ് ആയിരിക്കും കൂടുതൽ. കോസ്റ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ 1500 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ലോസ് കിട്ടി. സോ ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കും. രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടില്ലേ. എന്താ, ലോസ് പെർസെൻറ്റേജ്, അതായത് ഈക്വൽ ടു ദ പെർസെൻറ്റേജ് ഇൻക്വേർഡ് ബൈ രണ്ടും ഈക്വൽ ആണ്. ഇപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും ഈക്വൽ ആണ്. സോ ഇത് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഇവിടുന്ന് നമുക്കിത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടില്ല. 2x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 3420 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് നമ്മൾ എക്സ് നോക്കിയാൽ എന്താ 1710 ആണെന്ന് കിട്ടും. ക്ലിയർ? എക്സിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടേ, അറ്റ് വാട്ട് സെല്ലിംഗ് പ്രൈസ് ഷുഡ് ഹി സെൽ ദ ആർട്ടിക്കിൾ ഇഫ് ഹി വാണ്ട് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 10%. അപ്പോൾ 10% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എത്ര ഇതിനാണ് സെല്ല് ചെയ്യേണ്ടത്, അതായത് 10% പ്രോഫിറ്റ് കിട്ടണം. സോ ഇതിനെ 10% എത്ര, ഇതെന്താണ്, ഇപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയത്. ക്ലിയർ? കോസ്റ്റ് പ്രൈസ് ആണ് കിട്ടിയത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് അയാൾ, അറ്റ് വാട്ട് സെല്ലിംഗ് പ്രൈസ് ഷുഡ് ഹി സെൽ ദ ആർട്ടിക്കിൾ ഇഫ് ഹി വാണ്ട് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 10%. സോ ഇതിൻ്റെ കൂടെ എന്താ, ഇതിൻ്റെ കൂടെ 10% ആഡ് ചെയ്താൽ പോരെ. ഇതിൻ്റെ 10% എന്താ 171 അല്ലേ. സോ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1881 1881 കിട്ടും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ സി ആണ്. കാരണം ഇത് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ അതിൻ്റെ 10% കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഹിമാനി ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫോർ എത്രയാണ് 8000 ആൻഡ് സ്പെൻഡ്. അതായത് ഇവിടെ നോക്കിയാൽ ഹിമാനി 8000-ന് വാഷിംഗ് മെഷീൻ വാങ്ങി, എന്നിട്ട് എത്രയാണ് 500 സ്പെൻഡ് ചെയ്തു. സോ ടോട്ടൽ 8500 ആയി ഈ വാഷിംഗ് മെഷീന്. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ്. പിന്നെ ബാക്കി പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ഹീ സോൾഡ് ഇറ്റ് അറ്റ് 20% പ്രോഫിറ്റ്. അപ്പോൾ 20% പ്രോഫിറ്റിന് സെല്ല് ചെയ്തു. അതായത് 8500 ആണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്. 20% പ്രോഫിറ്റിന് സെല്ല് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ 10% എത്രയാണ് 850. അപ്പോൾ എന്താ 1700 ആണ് 20%. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ 10200 ആണ് കിട്ടുക. ക്ലിയർ? ഇതാണ് പുതിയ സെല്ലിംഗ് പ്രൈസ്. സെല്ല് ചെയ്തു. ഈ സോൾഡ് ഇറ്റ് അറ്റ് 20% പ്രോഫിറ്റ് വിത്ത് ദ മണി ഷീ ഗോട്ട് എ സെല്ലിംഗ് ഇറ്റ്. ഷീ ബോട്ട് അനദർ വാഷിംഗ് മെഷീൻ
ആൻഡ് സോൾഡ് ഇറ്റ്. അതായത് ഇപ്പോൾ കിട്ടിയ എമൗണ്ട് കൊണ്ട് അവർ മറ്റൊരു വാഷിംഗ് മെഷീൻ വാങ്ങി. സോ ആ വാഷിംഗ് മെഷീൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 10,200 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ അവിടുന്ന് എന്താ അത് എന്ത് ചെയ്തു? 10% ലോസിന് സെല് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് 10% ലോസിന് സെല് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് 10% ലോസ് എന്ന് ചെയ്താൽ എന്താ? ഇതിൻ്റെ 10% ലോസ് എന്താ? 1,020 ആണ് 10% ലോസ്. സോ 9,180ക്കാണ് സെല് ചെയ്തത്, ലാസ്റ്റ് സെല് ചെയ്തത്. സോ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് എ ഓവറോൾ ലോസ് ഓർ പ്രോഫിറ്റ്? സോ ഇതാണ് ആദ്യത്തെ കോസ്റ്റ് പ്രൈസ്, ഇതാണ് ഫൈനൽ സെല്ലിംഗ് പ്രൈസ്. സോ ഇവിടെ എന്താ? പ്രോഫിറ്റ് അല്ലേ? രണ്ടിൻ്റെയും ഡിഫറൻസ് എത്രയാണ് വരിക? രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കിയാൽ 680 ആണ് ഡിഫറൻസ് വരിക. ക്ലിയർ? അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഡിവൈഡ് ബൈ, അതായത് പ്രോഫിറ്റ് 680 ആണ്, പ്രോഫിറ്റ് നമുക്കെന്താ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8,500 ആണ്. ഇൻറ്റു 100 ചെയ്താൽ ഇതും ഇത് ക്യാൻസലായി. ബാക്കി എന്ത് കിട്ടും? നമ്മളോട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ട പ്രോഫിറ്റ് എത്രയാണെന്ന് മാത്രം മതി. സോ 680 ആണ് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ? 680 ആണ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ചോദിച്ചില്ല, അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്യേണ്ട. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ പേഴ്സൺ ബോട്ട് ആർട്ടിക്കിൾ എ ആൻഡ് ബി ഫോർ എ ടോട്ടൽ ഓഫ് 2,000. അതായത് ടോട്ടൽ എത്രയാണ്? 2,312 ബോട്ട് ചെയ്തു. അപ്പോൾ ഹീ സോൾഡ് എ അറ്റ് ലോസ് ഓഫ് 16%. ഇത് 16% ആണ്, 16%. ആൻഡ് സോൾഡ് ബി അറ്റ് ഗെയിൻ ഓഫ് 20%. ക്ലിയർ? ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ആൻഡ് ബി വെർ സെയിം. അപ്പോൾ രണ്ടിൻ്റെയും സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണ്. അതായത് സെല്ലിംഗ് പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നതും സെല്ലിംഗ് പ്രൈസ് ഓഫ് ബി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ എന്താണ് സെല്ലിംഗ് പ്രൈസ്? എക്ക് എന്ത് കിട്ടി? എക്ക് നമുക്ക് ലോസ് ആണ് ഉണ്ടായത്, 16% ലോസ് ആണ്. അപ്പോൾ ആദ്യത്തേൻ്റെ, അതായത് എൻ്റെ കോസ്റ്റ് പ്രൈസ് CA ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 84% ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ്? രണ്ടാമത്തെ ബീൻ്റെത് CB, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ CB ഗെയിൻ ആണ് ഉണ്ടായത്. അപ്പോൾ 120%. ക്ലിയർ? ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്താ? കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും, അതായത് രണ്ട് കോസ്റ്റ് പ്രൈസിൻ്റെ നമുക്ക് റേഷ്യോ ഫൈൻഡ് ചെയ്യാം. സോ ഇവിടെ നോക്കിയാൽ ഇതും ക്യാൻസലായി. ബാക്കി കോസ്റ്റ് പ്രൈസ് ഓഫ് എ ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 120 ഡിവൈഡ് ബൈ 84 ഈക്വൽ ടു എന്താ? നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? 12 കൊണ്ട് കട്ട് ചെയ്താലോ? 12 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 10 കിട്ടും, ഇവിടെ 7 കിട്ടും. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ 10ഉം 7ഉം ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 10ഉം 7ഉം ഉണ്ട് ടോട്ടൽ. ഇനി എന്ത് പറയുന്നു? അതായത് നമുക്ക് കോസ്റ്റ് പ്രൈസ് ഒന്നാമത്തേൻ്റെ 7ഉം രണ്ടാമത്തേൻ്റെ ആദ്യത്തേൻ്റെ 10ഉം രണ്ടാമത്തേൻ്റെ 7ഉം കിട്ടി. ഇനി ഇവിടെ പറയുന്നു ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര യൂണിറ്റാണ് ടോട്ടൽ ഉള്ളതെന്ന് കിട്ടും. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 10 യൂണിറ്റ് ആണ്, കോസ്റ്റ് പ്രൈസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 7 യൂണിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 70 യൂണിറ്റ് ആണ് ഉള്ളത്. ക്ലിയർ? അപ്പോൾ ഈ 70 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നു. എത്രയാണ്? 2,312 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്താണ്? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 70 യൂണിറ്റാണ് അത് കിട്ടിയത്. സോ ഇതേ ഡിവൈഡ് ബൈ 17 ചെയ്താൽ നമുക്ക് എന്താ? 1 യൂണിറ്റ് കിട്ടും. സോ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 136 ആണ് 1 യൂണിറ്റ് എന്ന് പറയാം. സോ ഇവിടെ ചോദിച്ചാൽ എന്താണ്? വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് പ്രൈസ് ഓഫ് എ ആൻഡ് ബി? അപ്പോൾ എൻ്റെയും ബിൻ്റെയും കോസ്റ്റ് പ്രൈസിൻ്റെ ഡിഫറൻസ് എന്താണ്? നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 3 യൂണിറ്റ് ആണ് ഡിഫറൻസ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 136. സോ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 136 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 408. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയേ. വെൻ ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആർട്ടിക്കിൾ. സോ എക്സ്, അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾ കിട്ടിയില്ലേ? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് തന്നെ എടുത്തു. എന്താ? ഇൻറ്റു എക്സ് ആർട്ടിക്കിൾ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടി എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആർട്ടിക്കിൾ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? X/Y. റേഷ്യോ കിട്ടിയില്ലേ? റേഷ്യോ കിട്ടി. ഇനി എന്ത് പറയുന്നു? ദ പ്രോഫിറ്റ് 25%. പ്രോഫിറ്റ് 25% ആണ്. അതായത് ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്? സെല്ലിംഗ് പ്രൈസ് 25%. സോ 125 ആണ്. ക്ലിയർ? അത് നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മൾ റേഷ്യോ കിട്ടി. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഇത് നോക്കിയാൽ എന്താ? കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 125. ഇവിടെ 125 അല്ലേ? ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 5/4 ആണെന്ന് കിട്ടി.
ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടി. നമുക്ക് ആക്ച്വലി നേരത്തെ ഒരു സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ x/y ഈക്വൽ ടു എന്ത് കിട്ടി? 5/4 ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്താണ്? 5:4 ആണ്. x/y എന്ന് പറയുന്നത് 5:4 ആണ്. 5:4 ആണ്. ക്ലിയർ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഷോപ്പ് കീപ്പർ സോൾഡ് 2 ടോയ്സ്. അപ്പോൾ 2 ടോയ്സ് ആണ് 990 ഓരോ ഈച്ച് 990 ഈച്ചിന്, അതായത് ഓരോന്നിനും 990 സെല് ചെയ്തു. ആൻഡ് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓൺ ഫസ്റ്റ് ടോയ് ഹി ഗെയിൻഡ് 10% ആൻഡ് ദ സെക്കൻഡ് ടോയ് ഹി ലോസ്റ്റ് 10%. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സെയിം പെർസെൻറ്റേജ് നമുക്ക് എന്താ ഗെയിനും സെയിം പെർസെൻറ്റേജ് ലോസും ആയ. ഇപ്പോൾ 10% ഗെയിനും 10% ലോസ്, അതായത് സെയിം എമൗണ്ടിന് നമ്മൾ സെല് ചെയ്തു. അപ്പോൾ 10% ലോസ് 10% ഗെയിൻ. അപ്പോൾ അങ്ങനെ വന്നാൽ ഓവറോൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ ഓവറോൾ എന്തായിരിക്കും? ഇങ്ങനെ സെയിം പെർസെൻറ്റേജ് പ്രോഫിറ്റും സെയിം പെർസെൻറ്റേജ് ലോസും വന്നാൽ, സെയിം എമൗണ്ടിന് വിറ്റാൽ, അപ്പോൾ ഓവറോൾ എന്ന് പറഞ്ഞാൽ ലോസ് ആയിരിക്കും. ഓവറോൾ നമുക്ക് ലോസ് ആയിരിക്കും. ഇവിടെ പറഞ്ഞില്ലേ എന്താ? രണ്ടും 990 സെല് ചെയ്തു. വണ്ണിന്, അതായത് ഷോപ്പ് കീപ്പർ സോൾഡ് 2 ടോയ്സ് 990 ഈച്ച്. സോ ഒന്നിന് എത്രയാണ്? 10% ലോസ്, ഒന്നിന് 10% ഗെയിൻ. അപ്പോൾ അങ്ങനെ വന്നാൽ ടോട്ടലി ലോസ് ആയിരിക്കും. ആ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ x² / 100 ആയിരിക്കും. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ് ലോസ് ഓർ ഗെയിൻ? എത്രയാണ് ഇവിടെ? 10 ആണ്. സോ 10² / 100. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾ 10 സെയിം പെർസെൻറ്റേജ് ലോസും ഗെയിനും, ലോസ് അതുപോലെ ഗെയിനും വന്നാൽ സോ എന്താ? 100/100. സോ ഇവിടെ എന്താ? 1% ആണ് ലോസ്. 1% ലോസ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ വെണ്ടർ സെൽസ് 15 lemons ഫോർ 3 rupees. അപ്പോൾ വെണ്ടർ എങ്ങനെയാണ് സെല് ചെയ്തത്? 15 lemon ഫോർ 3 rupees. അതായത് 15 lemon ആണ് എത്രയാണ്? 3 rupeesന്. സോ അങ്ങനെയാണെങ്കിൽ ഒരു ലെമണിൻ്റെ റേറ്റ് എത്രയായിരിക്കും? 1 lemon എത്രയായിരിക്കും? 3/15 അല്ലേ ഒരു ലെമണിൻ്റെ റേറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 1/5 ആണ് ഒരു ലെമണിൻ്റെ റേറ്റ്. ക്ലിയർ? എന്നിട്ട് പറയുന്നു എന്താ? ഗെയിൻ 60%. എ വെണ്ടർ സെൽസ് 15 lemons ഫോർ 3 rupees, ഗെയിൻ 60%. അപ്പോൾ ഇവിടെ 60% പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെമണിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് കണ്ടുപിടിച്ചത്. അതായത് ഒരു ലെമണിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1/5 ആണ്. അതെത്രയാണ്? 60% പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷമാണ് 1/5. അതായത് ഒരു എമൗണ്ടിൻ്റെ 160% ആണ് നമുക്കെന്താ 1/5 എന്ന് പറയുന്നത്. ആക്ച്വൽ പ്രൈസ് എന്താ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ്. എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/5 ഇൻറ്റു എന്താ? 160, ഇവിടെ ഡിനോമിനേറ്ററിൽ 100. സോ ഇതും കട്ട് ചെയ്തു, ബാക്കി 1/8 ആയിരിക്കും ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ലെമണിൻ്റെ ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. അതായത് നമ്മൾ കണ്ടുപിടിച്ച ആദ്യം 1/5 കണ്ടുപിടിച്ചത് സെല്ലിംഗ് പ്രൈസ് ആണ്. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നു 60% പ്രോഫിറ്റ് ആണ് പറയുന്നു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എമൗണ്ടിൻ്റെ 160% ആയിരിക്കും. സോ 160% എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/8 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1/8 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നു, ഹൗ മെനി ഡിഡ് ഹി ബൈ ഫോർ എ റുപ്പി? അപ്പോൾ ഒരു രൂപയ്ക്ക് അവർക്ക് എത്ര വാങ്ങാം? ആക്ച്വൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ 1 rupeesന് എത്ര വാങ്ങാം? 1 അതിൻ്റെ കോസ്റ്റ് പ്രൈസ് 1/8. 1 rupeesന് ഇപ്പം നമ്മൾ ഒരു ഐറ്റത്തിന് 2 rupees ആണെങ്കിൽ 10 rupeesന് എത്ര വാങ്ങാം? 10 അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇവിടെ 1 rupeesന് എത്ര വാങ്ങാമെന്ന് വെച്ചാൽ 1 അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 1/8 ആണ് ആക്ച്വൽ പ്രൈസ്. സോ 1/8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് നേരെ ഡിനോമിനേറ്ററിൽ പോയിട്ട് 8 ആണെന്ന് കിട്ടും. അപ്പോൾ 1 rupeesന് 8 lemon നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ബി 8 ആണ് കേട്ടോ. ക്ലിയർ? ഇപ്പോൾ നമ്മൾ എന്താ ബേസിക് കോൺസെപ്റ്റ് ഉള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ PVQs ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം.